Social psychology mainly three operations are embracing. First one, careful collection of observation or data. Social psychology റിസർച്ചിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ആദ്യം ഈ ഡാറ്റാസ് കളക്ട് ചെയ്യണം അല്ലെ. അപ്പം ആ ഡാറ്റ കെയർഫുൾ ആയിട്ട് കളക്ട് ചെയ്യുന്നതാണ് ഫസ്റ്റ് ഓപ്പറേഷൻ. എന്തൊക്കെ ഓപ്പറേഷൻസ് ആണെന്നുള്ളതാണ് നോക്കുന്നത്. സെക്കൻഡ് വൺ, ഓർഡേർഡ് ഇന്റഗ്രേഷൻ ഓഫ് ദിസ് ഒബ്സർവേഷൻസ് ഇൻ ടു ഹൈപ്പോത്തസിസ് ആൻഡ് തിയറീസ്. നമ്മൾ കളക്ട് ചെയ്ത് വെച്ച ഡാറ്റ ഒരു ഹൈപ്പോത്തസിസ് ആയിട്ട് മാറ്റാം. എന്താണ് ഹൈപ്പോത്തസിസ് എന്നുള്ളതും ഒക്കെ നമ്മൾ ലേറ്റർ ആയിട്ട് ഡിസ്കസ് ചെയ്യും. മൂന്നാമത്തത്, ടെസ്റ്റ് ഓഫ് അഡിക്വസി ഓഫ് ദിസ് hypothesis and theories in terms of whether they can successfully predict future observations. ഈ നമ്മൾ എടുത്തു വെച്ച ഡാറ്റ അത് നമ്മൾ ഹൈപ്പോത്തസിസ് ആക്കി ആ ഹൈപ്പോത്തസിസ് എത്രത്തോളം നമ്മുടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ടുമായിട്ട് അഡിക്വേറ്റ് ആണെന്നുള്ളത് ആണ് പിന്നെ നോക്കുന്നത്. ഈ മൂന്ന് ഓപ്പറേഷൻസിലൂടെയാണ് നമ്മൾ സോഷ്യൽ സൈക്കോളജി റിസർച്ചുകളൊക്കെ നോക്കാൻ പോകുന്നത്. These are indispensable for social psychology to achieve a mature status as an empirical science. എംപിറിക്കൽ സയൻസ് എന്ന് വെച്ചാൽ എന്താ, നമ്മൾ ഡയറക്റ്റ് ഒബ്സർവേഷനിലൂടെ ക്ലിയർ ആയിട്ടുള്ള നമുക്ക് ഒരു ഡാറ്റ ക്ലിയർ ആയിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് അത് അറ്റൈൻ ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത് ഒരു എക്സ്പെരിമെന്റ് ക്ലിയർ ആവാനുള്ളത് ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റേഷൻ, അങ്ങനെ ഇതിൽ കിട്ടുന്ന ഒരു ഡാറ്റാസ് അല്ലെങ്കിൽ റിസൾട്ടിനെയാണ് നമ്മൾ എംപിറിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അതിൽ എക്സ്പെരിമെന്റേഷൻ ഇസ് ദ മെയിൻ സോഴ്സ് ഓഫ് എംപിറിക്കൽ റിസർച്ച്. ഈ ഇത്രക്കും നമുക്ക് എംപിറിക്കൽ റിസർച്ചിൽ ഏറ്റവും ക്ലിയർ ആയിട്ട് ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ എക്സ്പെരിമെന്റേഷൻ തന്നെയാണ് അതിന് മെയിൻ ആയിട്ട് വേണ്ടത്. ഇറ്റ് ഈസ് ഗൈഡഡ് ബൈ ഇൻജക്ഷൻ ഫ്രം ഒബ്സർവേഷൻ rather than deduction from theoretical constructs. നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ കൺക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് എക്സ്പെരിമെന്റേഷനിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത്. പിന്നെ റീസൺ എയിംസ് ഓഫ് സോഷ്യൽ സൈക്കോളജി നോക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വൈ സോഷ്യൽ സൈക്കോളജി? എന്തുകൊണ്ടാണ് നമ്മൾ സോഷ്യൽ സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം സോഷ്യൽ സൈക്കോളജി ഇറ്റ് ഇസ് നോട്ട് ബേസ്ഡ് ഓൺ എന്താ പറയാ ഒരു കോമൺ ബിലീഫ് ആയിട്ടോ ഒരു സ്പെക്കുലേഷൻസ് ആയിട്ടോ അതൊന്നുമല്ല. നമ്മൾക്ക് ഒരു ഫൈനൽ തിയറി ബേസ്ഡ് ഓൺ എക്സ്പെരിമെന്റ്സ് റിസർച്ചസ് അത് നോക്കിയിട്ടാണ് നമ്മൾ സോഷ്യൽ സൈക്കോളജി ലാസ്റ്റ് ഫൈനൽ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് സോഷ്യൽ സൈക്കോളജിന്റെ ഇമ്പോർട്ടൻസ് എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമുക്ക് അതിനുള്ള ആൻസർ ആണ് നമ്മൾ ഇതിലൂടെ നോക്കാൻ പോകുന്നത്. നോട്ട് ഓൾവേസ് അവർ കോമൺ സെൻസ് ജസ്റ്റ് വർക്ക് കറക്റ്റ്ലി. നമ്മളിപ്പോ നമ്മൾ കോമൺ സെൻസോട് വിചാരിക്കുന്ന ഒരു കാര്യം എപ്പോഴും കറക്റ്റ് ആയിരിക്കണമെന്നില്ല. കൺസിഡർ ദ ഇഫക്ട് ഓഫ് വയലൻസ് ഇൻ മൂവീസ് ആൻഡ് ടെലിവിഷൻ. These are two prevalent views. One group believes it's harmful and states that violence in mass media increases the chances that the viewers will react aggressively. Others believe that violent scenes might be socially beneficial by training the viewers kind of aggressive urges. ഇപ്പൊ നമ്മൾ ഒരു വയലന്റ് മൂവീസ് നോക്കുകയാണെങ്കിൽ, വയലന്റ് മൂവീസിന് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, ഒരു ഗ്രൂപ്പ് വിചാരിക്കുന്നത് എന്താണ്? ഒരു ഗ്രൂപ്പ് വിചാരിക്കുക ഈ അഗ്രസീവ് ആയിട്ടുള്ള ഓരോ വയലന്റ് ആയിട്ടുള്ള ഓരോ മൂവീസ് കാണുമ്പോൾ ആൾക്കാർ അതുപോലെ അഗ്രസീവ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ ശ്രമിക്കും. അതർ ഗ്രൂപ്പ്സ് പറയുന്നത് എന്താ, ഇതുപോലുള്ള ഫിലിംസ് കാണുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇത്ര കൂടുതൽ വയലന്റ് ആയിക്കൂടാ, എന്തുകൊണ്ട് നമ്മൾ ഇത്ര പോലെ അഗ്രസീവ് ആയിക്കൂടാ എന്നുള്ളൊരു ഐഡിയ അവർക്ക് കിട്ടും എന്ന് രണ്ട് രീതിയിൽ ഒരു ഗ്രൂപ്പ് വിചാരിക്കും അല്ലെ. ഇപ്പോ ഒരു കോമൺ സെൻസ് വെച്ച് നമ്മൾ വിചാരിക്കുകയാണ് ഇത് ഈ ഒരു വയലന്റ് ഫിലിം കാണുമ്പോൾ നമുക്ക് അഗ്രസീവ് ബിഹേവിയർ കൂടും എന്നുള്ളത് നമ്മൾ കോമൺ സെൻസ് വെച്ച് വിചാരിക്കുകയാണെങ്കിൽ ശരിക്കും നമ്മളൊരു എക്സ്പെരിമെന്റ് നടത്തി അതിന്റെ റിസൾട്ട് ചിലപ്പം കിട്ടുക ഇങ്ങനത്തെ വയലന്റ് ഫിലിം കാണുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ എന്തുകൊണ്ട് പെരുമാറാൻ പാടില്ല എന്നുള്ള ഐഡിയ കിട്ടും എന്നുള്ള കൺക്ലൂഷനിൽ ചിലപ്പോൾ എത്തിക്കൊണ്ടെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് നമ്മുടെ കോമൺ സെൻസ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണമെന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ എക്സ്പെരിമെന്റ്സ് ഈ സോഷ്യൽ സൈക്കോളജി വെച്ചിട്ട് നമ്മൾ
നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ മെയിൻ എക്സാമ്പിൾ ബെർക്കോവിച്ച് has discussed an example from the 40 districts. And what if you had two large balls, one a heavy bowling ball and other same size but much lighter in weight, and drop both of them from the roof of a tall building? ഇപ്പം ബെർക്കോവിച്ച് ഒരു എക്സാമ്പിൾ വെച്ചതാണ്. നമ്മൾ രണ്ട് ലാർജ് ബോൾസ്, ഒന്ന് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബോൾ, രണ്ടാമത്തെ ബോള് ലൈറ്റ് വെയിറ്റ് ആണ്. രണ്ടും നല്ല വലുപ്പമുള്ള ബോളാണ്. ഒരു ബോൾ നല്ല ഹെവി ആയിട്ടുള്ള ബോളും ഒരു ബോള് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ബോളും ആണ്. അത് രണ്ടും താഴേക്ക് എറിയുമ്പോൾ നമ്മൾ കോമൺ സെൻസ് വെച്ച് നമ്മൾ വിചാരിക്കേണ്ട ഹെവി ആയിട്ടുള്ള ബോളാണ് ആദ്യം താഴേക്ക് വീഴാന്നല്ലേ. പക്ഷെ ശരിക്കും ലേറ്റർ ഒരു സ്റ്റെവിൻ ആൻഡ് ഗലീലിയോ എന്ന് പറഞ്ഞ രണ്ട് സയന്റിസ്റ്റുകൾ ലേറ്റർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ബോഡീസ് ഡു നോട്ട് ഫാൾ വിത്ത് വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു ദർ വെയിറ്റ്. ഒന്ന് ഹെവി ആയതുകൊണ്ട് ആ ബോൾ ആദ്യം വീഴണമെന്ന് ഇല്ല എന്നുള്ളത് ലേറ്ററായിട്ട് രണ്ട് സയന്റിസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ കോമൺ സെൻസ് വെച്ച് വിചാരിച്ചത് ഹെവി ആയിട്ടുള്ള ബോൾ ആദ്യം വീഴുന്നതാണ്. പക്ഷെ ശരിക്കും സ്റ്റഡീസ് പ്രൂവ് ചെയ്യുന്നത് എന്താ, അത് അങ്ങനെ ആവാൻ ചാൻസ് കുറവാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സോഷ്യൽ സൈക്കോളജി നമ്മൾക്ക് ആവശ്യമുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളൊരു ഇൻഡിവിജ്വലിന്റെ ബിഹേവിയർ ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ എങ്ങനെ നമ്മുടെ ബിഹേവിയർ ചേഞ്ച് ആവുന്നു എന്നുള്ളത് സോഷ്യൽ സൈക്കോളജിയിൽ നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് കോമൺ സെൻസ് വെച്ച് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും ശരിയാവണം എന്നില്ല. സൈക്കോളജി നമുക്ക് ആവശ്യമായിട്ട് വരുന്നതെന്നുള്ളത് വേറെ രണ്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഒന്ന് ഡിസ്റ്റോർട്ടഡ് പെർസെപ്ഷൻ ആണ്, ഒന്ന് റെപ്ലിക്കേഷൻ ആണ്. ഡിസ്റ്റോർട്ടഡ് പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ our perception of events in the environment can be in error. People go for preconceptions in complex or unclear situations. Experiences and expectations also affect our perceptions. നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ പെർസീവ് ചെയ്യുന്ന, നമ്മൾ മനസ്സിലാക്കുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ ശരിയാവണമെന്നില്ല. മനസ്സിലായില്ലേ? നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തു വെച്ച്, നമ്മൾ എന്തുകൊണ്ടോ എന്തൊക്കെ കാര്യങ്ങളോ കൊണ്ടൊക്കെ എക്സ്പെക്ട് ചെയ്തു വെച്ച് ചില കാര്യങ്ങൾ എപ്പോഴും ശരിയാവണമെന്നില്ല. അതാണ് ഡിസ്റ്റോർട്ടഡ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. അവർ അസംപ്ഷൻസ് ഡിഫൈൻ ആൻഡ് ലിമിറ്റ് വാട്ട് വി സീ. ദാറ്റ് ഈസ് വി ടെൻഡ് ടു സീ തിങ്സ് ഇൻ സച്ച് വേ ദാറ്റ് they will fit in with our assumptions even if this involve distortion or omission. നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ വെച്ചോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ചില അറിവുകൾ കൊണ്ടോ നമ്മുടെ പെർസെപ്ഷൻസ് ഒക്കെ ചില ലിമിറ്റിൽ ഒതുങ്ങി നിൽക്കും. അതിന്റെ അപ്പുറത്തേക്കായിരിക്കും ചിലപ്പോൾ ചില സത്യങ്ങളൊക്കെ ഒളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചിലപ്പം അതുപോലെ ശരിയാവണമെന്നില്ല. സോഷ്യൽ സിറ്റുവേഷൻസ് വരുമ്പോൾ അത് ഇൻഡിവിജ്വൽസിന്റെ ബിഹേവിയറെ അത് ചേഞ്ച് ചെയ്യും അധിക കേസിലും. അതാണ് ഡിസ്റ്റോർട്ടഡ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. റെപ്ലിക്കേഷൻ. നെക്സ്റ്റ് റെപ്ലിക്കേഷൻ പറയുന്നത് validity of an abstract statement is increased if the observations on which it is based are also reported by other qualified persons. Reproducibility is the most important criterion of a sense. പിന്നെ എന്തിനാ നമ്മൾ സോഷ്യൽ സൈക്കോളജി റിസർച്ച് ഒക്കെ നടത്തുന്നേ? നമ്മൾക്ക് ഓൾറെഡി ഉള്ള ചില റിസർച്ച് സ്റ്റഡീസ് ഉണ്ടാവുമല്ലോ, നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തു വെച്ച ചില സ്റ്റഡീസ് ഒക്കെ അതിന്റെ വാലിഡിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി. വാലിഡിറ്റി എന്ന് വെച്ചാൽ എന്താ? വാല്യൂസ് തന്നെ അല്ലെ. നമ്മൾ അറിഞ്ഞു വെച്ച ചില സ്റ്റഡീസ് അത് അങ്ങനെ തന്നെയാണ്, അതിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട്, ചില റിസർച്ച് സ്റ്റഡീസിന്റെ സ്ട്രെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ട് അത് വീണ്ടും സ്റ്റഡിക്ക് എടുത്തു വെക്കുമ്പോൾ, അതായത് റീപ്രൊഡ്യൂസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വീണ്ടും വീണ്ടും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രവണത, അത് വീണ്ടും വീണ്ടും എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ വീണ്ടും അത് ട്രൂ ആണ്, നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന നമ്മുടെ റിസൾട്ട് ട്രൂ ആണെന്ന് വീണ്ടും വീണ്ടും തെളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താവും? നമ്മുടെ സ്റ്റഡീസിന് കുറച്ചുകൂടി സ്ട്രെങ്ത് കൂടും, അത് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ അല്ലേ? ഈ കുറെ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമുക്ക് സോഷ്യൽ സൈക്കോളജി, ഈ കുറെ കാരണങ്ങളൊക്കെയാണ് നമ്മൾ സോഷ്യൽ സൈക്കോളജിയിലൂടെ നമ്മൾ നോക്കിക്കാണുന്നത്. ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ സോഷ്യൽ സൈക്കോളജി എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് മെത്തേഡ്സ് ഓഫ് സോഷ്യൽ സൈക്കോളജിയിലേക്ക് കിടക്കാം. Every research starts with a question. It is dictated either with a practical problem
or else with a theoretical interest. Theoretical model provides basic knowledge and facts about social situations. It is conducted in laboratory settings. Applied research provides immediate solutions to immediate problems and is conducted in natural settings. എല്ലാ റിസർച്ചും എന്തിലാ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും നമുക്ക് അല്ലെ. ഇപ്പൊ എന്തെങ്കിലും ഒരു സ്റ്റഡി നമ്മൾ ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു ഹെൽത്ത് കെയർ സെറ്റിങ്സിലൊക്കെ ഒരു സ്റ്റഡി നടത്തുവാണെങ്കിൽ, അത് ഇൻഷുറൻസ് പോളിസികളൊക്കെ ശരിയായി നടക്കുന്നു എന്നുള്ളത് ഫസ്റ്റ് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടി വരിക. അതിലെ ഒരു ആൻസർ ആയിരിക്കും നമുക്ക് കണ്ടെത്തേണ്ടി വരിക ഒരു റിസർച്ച് നമ്മൾ എടുക്കുമ്പോൾ. അതില് ഇറ്റ് ഈസ് ഡിക്റ്റേറ്റഡ് ഐദർ വിത്ത് എ പ്രാക്ടിക്കൽ പ്രോബ്ലം ഓർ എൽസ് വിത്ത് എ തിയറിറ്റിക്കൽ ഇൻട്രസ്റ്റ്. ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യവും അല്ലെങ്കിൽ ഒരു തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു കാര്യവും ആയിരിക്കും ആ റിസർച്ചിൽ ഉണ്ടാവുക. തിയറിറ്റിക്കൽ മോഡൽ ആണെങ്കിൽ അത് ഏത് സെറ്റിംഗ്സിലാണ് ഉണ്ടാവുക? ലബോറട്ടറി സെറ്റിംഗ്സിലാണ് ഉണ്ടാവുക. ചെറിയൊരു ഏരിയ ആയിരിക്കും. അല്ലാതെ നേരെ മറിച്ച് അതൊരു അപ്ലൈഡ് റിസർച്ച് ആണെങ്കിൽ, അതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം ആണെങ്കിൽ അത് നമുക്ക് നാച്ചുറൽ സെറ്റിംഗ്സിൽ വെച്ച് സോൾവ് ചെയ്യേണ്ടി വരും. ദ മെത്തേഡ്സ് ക്യാൻ ബി സബ് ഡിവൈഡഡ് ഇൻ ടു 2 ഗ്രൂപ്പ്സ്. മെത്തേഡ്സ് നമുക്ക് 2 ഗ്രൂപ്പ്സ് ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യാം. ഒന്ന് മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷനും ഒന്ന് മെത്തേഡ്സ് ഓഫ് അനാലിസിസും. മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻസിൽ വരുന്നത് ഒബ്സർവേഷൻസ്, സ്റ്റഡീസ് ഓഫ് ഡോക്യുമെന്റ്സ്, ക്വസ്റ്റനെയർ, ഇന്റർവ്യൂസ്, എക്സ്പെരിമെന്റ് എക്സെട്ര. മെത്തേഡ്സ് ഓഫ് അനാലിസിസ് ആണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സും ഉണ്ട്, തിയറിറ്റിക്കൽ മെത്തേഡ്സും ഉണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സിൽ വരുന്നത് കോറിലേഷൻ, ഫാക്ടർ അനാലിസിസ് അങ്ങനത്തെ കാര്യങ്ങൾ. തിയറിറ്റിക്കലിൽ വരുന്നത് കൺസെപ്റ്റ്സ് ഓഫ് ടൈപ്പോളജി, വാരിയസ് മീൻസ് ഓഫ് എക്സ്പ്ലനേഷൻ, വേറെ കുറെ എക്സ്പ്ലനേഷൻസ് ഒക്കെ കൊടുത്തിട്ടുള്ള ഓരോ റിസർച്ചുകൾ. ഏതായാലും നമുക്ക് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ ജസ്റ്റ് നോക്കുന്നത് ഒബ്സർവേഷണൽ മെത്തേഡും കോറിലേഷൻ മെത്തേഡും എക്സ്പെരിമെന്റൽ മെത്തേഡും നോക്കാം. ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ അതിന്റെ പേരിൽ തന്നെ ഉണ്ട് അല്ലെ, എന്താണ് ആ മെത്തേഡ് എന്നുള്ളത്? നമ്മൾ ഏതൊരു കാര്യവും ഒബ്സർവ് ചെയ്ത് പഠിക്കുന്നതിനെയാണ്, നേരിട്ട് കണ്ടുകൊണ്ട് പഠിക്കുന്നതിനെയാണ് ഒബ്സർവേഷണൽ മെത്തേഡ് എന്ന് പറയാം. ഒബ്സർവേഷൻ ഈസ് ടു സിംപ്ലി ഒബ്സർവ് ദ ഫിനോമിനൻ അണ്ടർ സ്റ്റഡി ആസ് ഇറ്റ് occur naturally. This method plays a crucial role in collection of data on overt behavior and actions of individual. നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ചില ബിഹേവിയേഴ്സിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഒബ്സർവേഷണൽ മെത്തേഡ് എന്ന് പറയുന്നത്. The main problem in application of this method are what to observe, how to fix, how to structure. നമ്മൾ ഈ ഒബ്സർവേഷൻ മെത്തേഡിൽ വരുമ്പോൾ നമ്മൾ കാര്യമായിട്ട് നോക്കുന്നത് എന്താണ്? നമ്മൾ അത് സ്ട്രക്ചർ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ആദ്യം മനസ്സിലാക്കണം നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ടാവും അല്ലെ. എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അത് എങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതെങ്ങനെ സ്ട്രക്ചർ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം. This method proceeds in 2 stages. First one, describing behavior. Second one, from description to causes. ഈ മെത്തേഡ് 2 സ്റ്റേജിലൂടെ കടന്നു പോകുന്നത്. ഒന്ന് ഡിസ്ക്രൈബിംഗ് ബിഹേവിയർ. ഫസ്റ്റ് വൺ ഡിസ്ക്രൈബിംഗ് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ക്രൈബിംഗ് ദ ബിഹേവിയർ റെലവെന്റ് ടു ദ റിസർച്ച് ക്വസ്റ്റ്യൻ based on questions like what people do, can it be classified systematically, how do people differ in their behavior. അതായത് ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു മാളിലേക്ക് പോവുക. നമ്മൾ മാളിലേക്ക് പോയി നമ്മൾ ഇങ്ങനെ ഷോപ്പുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുവാണ് ഒരാൾ ഒരു ഷോപ്പിൽ കയറി, അയാള് ഒരു ഡ്രസ്സ് നോക്കി, അതിന്റെ പ്രൈസ് ടാഗ് ഒക്കെ നോക്കി, പ്രൈസ് ടാഗ് കണ്ടപ്പോൾ അയാൾ അത് അവിടെ തന്നെ വെച്ചു. ഇതിൽ നമ്മൾ ആദ്യം ഇയാളുടെ ബിഹേവിയർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണ്? അയാൾ മാളിൽ പോയി ആ ഡ്രസ്സ് നോക്കി അത് അവിടെ വെച്ചു എന്നുള്ളതാണ്. സെക്കൻഡ് വൺ പറയുന്നത് ഫ്രം ഡിസ്ക്രിപ്ഷൻ ടു കോസസ്. ഒബ്സർവേഷൻ ക്യാൻ ഓൾസോ ലീഡ് ടു ഐഡന്റിഫൈങ് പൊട്ടൻഷ്യൽ കോസസ് ഓഫ് ഒബ്സർവ്ഡ് ബിഹേവിയർ. അതായത് ഇപ്പൊ നമ്മള് ഇപ്പം പറഞ്ഞ എക്സാമ്പിളിന്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ അയാള് ഷോപ്പ് കയറി ഡ്രസ്സ് നോക്കി പ്രൈസ് ടാഗ് നോക്കി അവിടെ തന്നെ വെച്ചു എന്നുള്ളതാണ്. ഈ ഫ്രം ഡിസ്ക്രിപ്ഷൻ ടു കോസസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ കോസിനെ കുറിച്ച് ചിന്തിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും അയാൾ അത് ആ ഡ്രസ്സ് അവിടെ തന്നെ വെച്ചത്? എന്തുകൊണ്ടായിരിക്കാം അയാൾ അത് പർച്ചേസ് ചെയ്യാതെ അത് അവിടെ തന്നെ വെച്ചത്? ചിലപ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും വേറെ സെലക്ഷൻ നോക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം. എന്തൊരു കാര്യമാണെങ്കിലും അതിന്റെ കോസ്
നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യണം എന്നുള്ളതാണ്. കെയർഫുൾ ഒബ്സർവേഷൻ ആൻഡ് അനാലിസിസ് ആർ നെസസറി ടു എസ്റ്റാബ്ലിഷ് ലൈക്ലി കോസസ് ഓഫ് ബിഹേവിയർ. നമ്മളെ ഒബ്സർവേഷൻ വളരെ കെയർഫുൾ ആയിരിക്കണം, അല്ലെ? നമ്മളൊരു ബിഹേവിയറിന്റെ കോസിനെ പറയുമ്പോൾ നമ്മുടെ ആ ഒബ്സർവേഷനിലാണ് നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെ? അതുകൊണ്ട് നമ്മുടെ ഒബ്സർവേഷൻ എപ്പോഴും എന്തായിരിക്കണം? കറക്റ്റ് ആയിരിക്കണം. There are two types of observation. ഒബ്സർവേഷന്റെ 2 സ്റ്റേജസ് ആണ് നമ്മളിപ്പം പറഞ്ഞത്. ആദ്യം ആ ബിഹേവിയർ ഡിസ്ക്രൈബ് ചെയ്യുക, പിന്നെ അതിന്റെ കോസ് ഡിസ്ക്രൈബ് ചെയ്യാം. ഇനി ഈ ഒബ്സർവേഷൻ വരുന്നത് 2 ടൈപ്പ് ആയിട്ടാണ്. ഒന്ന് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനും ഒന്ന് നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷനും. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ അത് ഇൻഫോർമൽ ആയിരിക്കും, അൺസ്ട്രക്ചേർഡ് ആയിരിക്കും. ഇൻ ദിസ് റിസർച്ചർ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഓൺഗോയിങ് ആക്ടിവിറ്റീസ് ഓഫ് ദ പീപ്പിൾ ബീയിങ് ഒബ്സർവ്ഡ്. അതായത് ഒരു റിസർച്ചർ നേരിട്ട് അവരുടെ ഒപ്പം നിന്ന് ഒബ്സർവ് ചെയ്യുന്നത്, അവരുടെ കൂടെ ഒരാളായിട്ട് തന്നെ ഒബ്സർവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ ഫോർമൽ ആണ്, സ്ട്രക്ചേർഡ് ആണ്. ഇൻ ദിസ് റിസർച്ചർ റെക്കോർഡ് പീപ്പിൾസ് ബിഹേവിയർ ബട്ട് ഡു നോട്ട് ആക്ച്വലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദെയർ ആക്ടിവിറ്റീസ്. ഇതില് അവരുടെ കൂടെ ഒരാളായിട്ട് അല്ല, ദൂരെ നിന്ന് മാറി നിന്ന് ഒരു ബിഹേവിയർ നമ്മൾ വാച്ച് ചെയ്തിട്ട് അതിന് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ട്രൈബൽ സൊസൈറ്റിയിലൊക്കെ ഒരു സ്റ്റഡി നടത്താൻ പോവുകയാണെങ്കിൽ ആ ട്രൈബ്സിന്റെ കൂടെ നിന്ന് അവരിൽ ഒരാളായിട്ട് നമ്മൾ നിന്ന് അതിൽ അവരെ ഒബ്സർവ് ചെയ്ത് അവരിൽ ഒരു സ്റ്റഡി നടത്തുന്നതാണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. മറിച്ച് നമ്മൾ ദൂരെ നിന്ന് ഒരു ജേർണലിസ്റ്റിനെ പോലെ നോക്കി കണ്ടിട്ട് അതിലൊരു എക്സ്പ്ലനേഷൻ കണ്ടെത്തുന്നതാണ് നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഇതിന്റെ ഒബ്സർവേഷണൽ മെത്തേഡിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഇറ്റ് അലോസ് ദ റിസർച്ചർ ടു സ്റ്റഡി ദ ബിഹേവിയർ ഇൻ നാച്ചുറൽ സെറ്റിംഗ്സ്. ലബോറട്ടറി സെറ്റിംഗ്സ് അല്ല ഒബ്സർവേഷൻ മെത്തേഡ്, ഇറ്റ് നാച്ചുറൽ സെറ്റിംഗ്സ് ആണ്. എവിടെയാണോ നമ്മുടെ സ്റ്റഡിയുടെ ഒരു ഒബ്ജക്റ്റ് നമ്മൾ സ്റ്റഡി ചെയ്യാനുള്ള ഇൻഡിവിജ്വൽസ് നിൽക്കുന്നത്, ആ ഒരു സെറ്റിംഗ്സ്, ആ ഒരു നാച്ചുറൽ സെറ്റിംഗ്സിലാണ് എന്ത് നടക്കുക? ഈ ഒബ്സർവേഷണൽ മെത്തേഡ് നടക്കുക. ഇറ്റ് ഈസ് മെയ്ഡ് വിത്തൗട്ട് ഇന്റർഫിയർ ഇൻ നാച്ചുറൽ ഒക്കറിംഗ് ബിഹേവിയേഴ്സ്. നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസിനെ, ആ ഒരു ഗ്രൂപ്പിനെ ഒരു തരത്തിലും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലാണ് നമ്മുടെ ഈ ഒബ്സർവേഷണൽ സ്റ്റഡീസ് മുമ്പോട്ട് പോവുക. അതിന്റെ ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ഒബ്സർവ് ബയാസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നോക്കിക്കാണുന്ന നമ്മളെ ഒബ്സർവേഷനിൽ നമുക്ക് തോന്നുന്ന ഏത് കാര്യങ്ങളാണോ അതാണ് നമ്മൾ നമ്മുടെ എക്സ്പ്ലനേഷനിൽ കൊടുക്കുക. നമ്മളിപ്പോ വിചാരിക്കുന്ന ഒരു കാര്യം അല്ല അവരിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാല് അവിടെ നമുക്കൊരു ഫാൾട്ട് വരും. നമ്മളിപ്പോ ഒരു കാര്യം വിചാരിച്ചു, അവര് ആ ഒരു രീതിയിലല്ല വിചാരിച്ചതെങ്കിൽ അതിൽ നമുക്കൊരു ഫാൾട്ട് വരും. അതായത് ഈ റിസർച്ചർ എന്താണോ വിചാരിക്കുന്നത് അതായിരിക്കും നമ്മുടെ റിസൾട്ടിലേക്ക് വരിക. നോട്ട് ഓൾ ബിഹേവിയേഴ്സ് ആർ പോസിബിൾ ടു ഒബ്സർവ് ഡയറക്ട്ലി ബിക്കോസ് they may took place in the past or are normally enacted in private. എല്ലാ ബിഹേവിയേഴ്സും നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന എല്ലാ ബിഹേവിയേഴ്സും ആ സമയത്ത് ഉണ്ടാവുന്ന ചില കാരണങ്ങൾ കൊണ്ട് മാത്രമായിരിക്കില്ല. അവർക്ക് പാസ്റ്റില്, അവരുടെ കഴിഞ്ഞു പോയ കാലത്ത് സംഭവിച്ചു പോയ അല്ലെ അവർ അനുഭവിച്ച എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അവരുടെ ഇപ്പോഴത്തെ പ്രസന്റിലത്തെ ബിഹേവിയേഴ്സ് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ അവർക്ക് മാത്രം അറിയാം, അവരിൽ പ്രൈവറ്റ് ആയിട്ട് ഒതുങ്ങി നിൽക്കുന്ന ചില പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് അവരുടെ ബിഹേവിയർ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബിഹേവിയർ മാത്രമായിരിക്കില്ല അതിന്റെ റീസൺ. അടുത്തത് കോറിലേഷൻ മെത്തേഡാണ്. കോറിലേഷൻ ഇസ് ദ റിലേഷൻ ബിറ്റ്വീൻ 2 or more variables. ഒന്നോ രണ്ടോ അല്ല അതിൽ കൂടുതലോ വാരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ കോറിലേഷൻ മെത്തേഡിലൂടെ നോക്കുന്നത്. വാരിയബിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? എനിത്തിങ് ദാറ്റ് ചേഞ്ചസ്, എനിത്തിങ് ദാറ്റ് വാരീസ്. ഒരു ചേഞ്ച് സംഭവിക്കാവുന്ന ഏതൊരു കാര്യവും എന്താണ്? വേരിയബിൾസ് ആണ്. ആ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ ആണ് കോറിലേഷൻ എന്ന് പറയുന്നത്. കോറിലേഷൻ 3 ടൈപ്സ് ഉണ്ട്. പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട്, നെഗറ്റീവ് കോറിലേഷൻ ഉണ്ട്, സീറോ കോറിലേഷൻ ഉണ്ട്. Positive correlation indicates that scores of variables move in same direction. Plus sign indicates more correlation. Negative correlation indicates that
scores of variables move in opposite direction. Minus sign indicates less correlation. Zero correlation indicates no correlation between the variables. ഇപ്പൊ ഏതെങ്കിലും രണ്ട് വേരിയബിൾസ് എടുക്കുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു വേരിയബിൾ ഹാപ്പിനെസ് ആണെന്ന് വെച്ചോ, ഒരു വേരിയബിൾ ഇൻകം ആണെന്ന് വെച്ചോ. ഇൻകം കൂടുന്നതിനനുസരിച്ച് ഹാപ്പിനെസ് കൂടുകയാണെങ്കിൽ അതാണ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. രണ്ടും സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്. ഇൻകം കുറയുന്നതിനനുസരിച്ച് ഹാപ്പിനെസ് കുറയുന്നതിനനുസരിച്ച് ഇൻകം കൂടുകയാണെങ്കിൽ അതാണ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. ഒന്ന് ഇൻകം ഒന്ന് ഹാപ്പിനെസ് കുറയാണ്, ഇൻകം കൂടുകയാണ്. അത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ അത് നെഗറ്റീവ് കോറിലേഷൻ ആണ്. അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കില്ലേ ഇൻകം കൂടുമ്പോ എങ്ങനെ ഹാപ്പിനെസ് കുറയാന്ന്. അപ്പൊ നമുക്ക് ഇഷ്ടമില്ലാത്ത ജോലിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം ഒക്കെ കുറയണ്ടാവും, പക്ഷെ നമുക്ക് ഹാപ്പിനെസ് കൂടുതലും ഉണ്ടാവും. അങ്ങനത്തെ കേസിലൊക്കെ അങ്ങനെ സംഭവിക്കാലോ അല്ലെ. സീറോ കോറിലേഷൻ എന്ന് പറയുന്നത് രണ്ടും തമ്മിൽ ഒരു റിലേഷനും ഇല്ല എന്നാണ്. ഇൻകം ഹാപ്പിനെസ് തമ്മിൽ ഒരു റിലേഷനും ഉണ്ടാവില്ല. അതായത് ഇൻകം കൂടുമ്പോൾ ഹാപ്പിനെസ് കൂടാൻ ചാൻസ് ഇല്ല, ഇൻകം കുറയുമ്പോൾ ഹാപ്പിനെസ് കുറയാൻ ചാൻസ് ഇല്ല. രണ്ടും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നും ഉണ്ടാവില്ല. അതിപ്പോ ഞാൻ രണ്ടും എക്സാമ്പിൾ ആയിട്ട് എടുത്താട്ടോ, ഹാപ്പിനെസ്സും ഇൻകം ഒക്കെ ജസ്റ്റ് നിങ്ങൾക്ക് പോർട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. Finding a correlation between variables doesn't in any way imply that two are linked casually. ഈ കോറിലേഷൻ നമ്മൾ ചെയ്യുന്നെന്ന് വിചാരിച്ചിട്ട് ഈ വേരിയബിൾസ് തമ്മിൽ ഒരു കോസൽ റിലേഷൻഷിപ്പ് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഈ ഇൻകമും ഹാപ്പിനെസ്സും തമ്മിൽ ഒരു ബന്ധം നമ്മളൊരു കോറിലേഷൻ വെച്ച് അതിപ്പോ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും സീറോ ആയാലും അവർ തമ്മിൽ ഒരു കോസൽ റിലേഷൻഷിപ്പ് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഇറ്റ് ഈസ് ഈവൻ പോസിബിൾ ഫോർ സം തേർഡ് unmeasured and previously unconsidered variable is causing both variables to increase or decrease simultaneously. അതായത് ഈ ഹാപ്പിനെസ്സും ഇൻകവും അല്ലാതെ വേറൊരു തേർഡ് വേരിയബിൾ ഇതിന്റെ ഇടയിൽ കയറി വരാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും അത് രണ്ടും തമ്മിൽ ഒരു കോസൽ റിലേഷൻഷിപ്പ് ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. There is no clear-cut evidence of cause and effect. ഇതിൽ കോറിലേഷൻ മെത്തേഡിൽ ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് അത് ക്ലിയർ അല്ല ഈ വേരിയബിൾസ് തമ്മിൽ. അതായത് നമ്മളിപ്പോ പറഞ്ഞല്ലോ, ഈ വേരിയബിൾസ് തമ്മിൽ ഈ കോറിലേഷൻ എന്തായാലും പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും സീറോ ആയാലും അവർ തമ്മിൽ ഒരു ബന്ധം ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. അത് എന്താ സൂചിപ്പിക്കുന്നത്? അത് അതിന്റെ കോസ് ആൻഡ് ഇഫക്റ്റ് അവിടെ ക്ലിയർ അല്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മളെ ഇൻകമിന്റെ കാര്യം ഇൻകമിന്റെ ഹാപ്പിനെസിന്റെയും കാര്യം എടുക്കുമ്പോൾ നമുക്ക് ഈ ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോ നമ്മൾ ഇഷ്ടമില്ലാത്ത ജോലി ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് കുറയാണ്, ഇൻകം കൂടുകയെന്നുള്ളത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ജോലിയാണ് ചെയ്യുന്നതെന്നുള്ളത് അതൊരു തേർഡ് വേരിയബിൾ ആണ്. ആ ഒരു കാരണം കൊണ്ടാണ് നമുക്ക് അത് തമ്മിലൊരു ബന്ധം നെഗറ്റീവായിട്ട് പോകണമെന്ന് ഉള്ളത് നമ്മൾ മനസ്സിലാക്കിയല്ലോ. നെക്സ്റ്റ് വരുന്നത് എക്സ്പെരിമെന്റൽ മെത്തേഡ് ആണ്. എക്സ്പെരിമെന്റേഷൻ ഹാസ് ബീൻ ദ ഡോമിനന്റ് റിസർച്ച് മെത്തേഡ് ഇൻ സോഷ്യൽ സൈക്കോളജി. സോഷ്യൽ സൈക്കോളജിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് എക്സ്പെരിമെന്റൽ മെത്തേഡ്. ഇറ്റ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ടു പ്രെഡിക്ട് ദ കോസൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വേരിയബിൾസ്. നമ്മൾ നേരത്തെ കോറിലേഷൻ മെത്തേഡ് പറഞ്ഞല്ലോ, വേരിയബിൾസ് തമ്മിൽ ഒരു കോസൽ റിലേഷൻഷിപ്പ്, കോസ് ആൻഡ് ഇഫക്റ്റ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നുള്ളത്. പക്ഷെ ഈ എക്സ്പെരിമെന്റേഷൻ മെത്തേഡ് വരുമ്പോൾ ആ വേരിയബിൾസ് തമ്മിൽ ഒരു കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടാവും. അതായത് ദ ഗോൾ ഓഫ് എക്സ്പെരിമെന്റ് ഈസ് ടു സീ ഇഫ് വേരിയബിൾ എ ഈസ് ചേഞ്ച് വിൽ ദർ ബി റിസൾട്ടിങ് ചേഞ്ചസ് ഇൻ ബി. നമ്മളിപ്പോ ഒരു വേരിയബിൾ എ എടുക്കുകയാണെങ്കിൽ നമ്മൾ ബി വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എ വേരിയബിളിന് ഒരു ചേഞ്ച് ഉണ്ടാവുമോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറയുന്നത് തന്നെ. ഇതിൽ എക്സ്പെരിമെന്റൽ മെത്തേഡിൽ നമുക്ക് കുറെ ടേംസ് കാണാൻ പറ്റുന്നുണ്ട്. ആ ടേബിൾ എല്ലാരും കാണുന്നുണ്ടോ? ടേബിൾ കാണുന്നുണ്ടോ? ഓക്കെ. ഇതിൽ കുറെ ടേംസ് പറയുന്നുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ ആദ്യം പറയാം, അത് വെച്ചിട്ട് നമുക്ക് ഈ ടേംസ് പറയാം. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും.
ഇപ്പൊ നമ്മളൊരു ക്ലാസ് സെറ്റിങ്സ് എടുക്കാന്ന് വെച്ചോ. അതില് ആ ക്ലാസ് സെറ്റിങ്സിൽ രണ്ട് ഈ സ്റ്റുഡൻസിനെ നമ്മൾ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ച് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എന്താണ്, ഒരു പുതിയ ഒരു ടെക്നിക്ക്, ഒരു സ്റ്റഡിങ് ടെക്നിക്ക് നമ്മൾ ആ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതിൽ കുട്ടികളുടെ സ്റ്റഡീസിൽ അതിൽ എന്തെങ്കിലും വേരിയേഷൻ വരുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മൾ പുതിയൊരു ടെക്നിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ കുട്ടികൾ കൂടുതൽ പഠിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്, അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പിൽ നമ്മൾ ഒരു ഗ്രൂപ്പിന് എന്ത് ചെയ്ത് ഈ ടെക്നിക്ക് കൊടുത്ത്, ഒരു ഗ്രൂപ്പിന് നമ്മൾ കൊടുത്ത് നിങ്ങൾ ഗ്രൂപ്പായിട്ട് ഒരു രണ്ട് എ ഗ്രൂപ്പും ബി ഗ്രൂപ്പാന്ന് വെച്ചത്. എ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് ചെയ്ത് കുറച്ച് വേറെ വേറെ ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് അവരോട് ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തി പഠിക്കാൻ പറഞ്ഞു. ബി ഗ്രൂപ്പിനെ നമ്മൾ എന്ത് ചെയ്തു, അങ്ങനെ തന്നെ വെച്ച് അവരോട് പഠിക്കാൻ പറഞ്ഞു, സ്വന്തമായിട്ട് തന്നെ പഠിക്കാൻ പറഞ്ഞു. ഈ രണ്ട് ഗ്രൂപ്പും നമ്മൾ വെച്ച് നോക്കിയപ്പോൾ നമുക്ക് ലാസ്റ്റ് നമ്മൾ അനലൈസ് ചെയ്യാണ് ഏത് എ ഗ്രൂപ്പ് ആണോ ബി ഗ്രൂപ്പ് ആണോ കൂടുതൽ പെർഫോം ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യാൻ പോവാണ്. അതാണ് നമ്മുടെ എക്സ്പെരിമെന്റ്. ഗ്രൂപ്പ് ഡിസ്കഷൻ വെച്ച് കമ്പൈൻ സ്റ്റഡി വെച്ച് പഠിച്ച കുട്ടികളാണോ കൂടുതൽ പഠിക്കുന്നത്, അതല്ല ഇൻഡിവിജ്വൽ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് പഠിച്ച കുട്ടികളാണോ കൂടുതൽ പഠിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. അതാണ് നമ്മുടെ റിസർച്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വരാം, ഈ ടേംസിലേക്ക് വരാം. എക്സ്പെരിമെന്റ്, എ വെൽ കൺട്രോൾഡ് ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ് അബൌട്ട് കോസ് ആൻഡ് ഇഫക്റ്റ്. എ വെൽ കൺട്രോൾഡ് ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ് അബൌട്ട് കോസ് ആൻഡ് ഇഫക്റ്റ്. നമ്മൾ എന്താണോ നമ്മൾ എന്ത് ടെസ്റ്റ് ആണോ, നമ്മൾ എന്ത് റിസർച്ച് ആണോ നടത്താൻ പോകുന്നത്, ആ ഒരു കാര്യമാണ് എക്സ്പെരിമെന്റ്. നമ്മളിപ്പോ എന്താണ് സ്റ്റഡി അനലൈസ് ചെയ്യാൻ പോവാണ് അല്ലെ. വേറെ ഒരു ടെക്നിക്ക് ഒരു ഗ്രൂപ്പിന് കൊടുത്തതുകൊണ്ട് ആ ഗ്രൂപ്പ് കൂടുതൽ പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു ടെസ്റ്റ് ആണ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എ കൺട്രോൾഡ് ടെസ്റ്റ് ഓഫ് ഹൈപ്പോത്തസിസ് അബൌട്ട് കോസ് ആൻഡ് ഇഫക്റ്റ്. ഈ ടെക്നിക്ക് കൊടുത്തതുകൊണ്ട് അവർ കൂടുതൽ പഠിക്കുന്നുണ്ടോ, അത് തമ്മിൽ ബന്ധമുണ്ടോ, ഈ ടെക്നിക്കും ഈ സ്റ്റഡിങ് മെത്തേഡും തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആ കോസ് ആൻഡ് എഫക്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. അതാണ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഹൈപ്പോത്തസിസ്, എ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് കോസ് ആൻഡ് ഇഫക്റ്റ് ദാറ്റ് ക്യാൻ ബി ടെസ്റ്റഡ്. ഇപ്പൊ നമ്മൾ ഏതൊരു റിസർച്ച് എടുക്കുകയാണെങ്കിലും നമുക്കൊരു ഹൈപ്പോത്തസിസ് ഉണ്ടാവും. അതായത് ഇപ്പോ നമ്മുടെ ഈ ഒരു പറഞ്ഞ എക്സാമ്പിളിന്റെ ഒരു ഹൈപ്പോത്തസിസ് എന്ന് വെച്ചാണെങ്കിൽ നമ്മൾ പുതിയ ടെക്നിക്ക് കൊടുക്കുമ്പോൾ കുട്ടികൾ കൂടുതൽ സ്റ്റഡീസിൽ ഈ പെർഫോം ചെയ്യുന്നതാണ്, കൂടുതൽ പെർഫോമൻസ് ഈ അവരുടെ സ്റ്റഡീസിൽ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മുടെ ഹൈപ്പോത്തസിസ്. അത് സ്റ്റഡീസിൽ കൂടുതൽ പെർഫോമൻസ് ഉണ്ടാവുന്നോ കൂടുതൽ പെർഫോമൻസ് കുറയുന്നോ എങ്ങനെ വേണമെങ്കിലും നമ്മൾ ഹൈപ്പോത്തസിസ് വെക്കാം. എന്തായാലും അത് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, ഈ എക്സ്പെരിമെന്റിലൂടെ നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. വേരിയബിൾ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത് എനിത്തിങ് ദാറ്റ് വേരീസ്, സംതിങ് ദാറ്റ് ക്യാൻ ഒക്കർ വിത്ത് ഡിഫറെന്റ് വാല്യൂസ് ആൻഡ് ക്യാൻ ബി മെഷർ ചെയ്യാൻ പറ്റുന്ന വേരി ചെയ്യുന്ന ഏതൊരു വാല്യൂസും അതാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഇൻഡിപെൻഡന്റ് വേരിയബിൾ, a variable that represents the hypothesized cause that is precisely controlled by the experimenter and independent of what the participant does. Dependent variable, a variable that represents the hypothesized effect whose values ultimately depend on the value of the independent variable. ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് നമ്മൾ ഈ ടെക്നിക്ക് കൊടുത്ത സ്റ്റുഡൻസ് ആണ്. നമ്മൾ ഈ ടെക്നിക്സ് കൊടുത്ത സ്റ്റുഡൻസിനെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പൊ ഡിപെൻഡന്റ് വേരിയബിൾ എന്താണ്, അവരുടെ പെർഫോമൻസ് ആണ്. നമ്മൾ ഈ ടെക്നിക്ക് കൊടുത്ത് സ്റ്റുഡൻസിന്റെ പെർഫോം ആണ് നോക്കാൻ പോകുന്നത്. അതായത് ഈ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് ഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ടുള്ള പെർഫോമൻസ് ചേഞ്ച് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും കൺട്രോൾ ഗ്രൂപ്പും. എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഇൻ വിച്ച് ദ ഹൈപ്പോത്തസൈസ്ഡ് കോസ് ഇസ് പ്രസന്റ്. കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഇൻ വിച്ച് ദ ഹൈപ്പോത്തസൈസ്ഡ് ഇഫക്റ്റ് ഈസ് പ്രസന്റ്. നമ്മൾ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, എ ഗ്രൂപ്പും ബി ഗ്രൂപ്പും. എ ഗ്രൂപ്പിനാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് കൊടുത്തത്. അവർ കമ്പൈൻ സ്റ്റഡി ചെയ്തോട്ടെ, ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തിയിട്ട് പഠിക്കട്ടെ എന്നുള്ളത് നമ്മൾ എ ഗ്രൂപ്പിനാണ് കൊടുത്തത്. അതാണ് നമ്മുടെ
അതാണ് നമ്മുടെ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു ഹൈപ്പോത്തസൈസ് കൊടുത്തിട്ട് അതിൽ കോസ് കണ്ടെത്താൻ നോക്കുന്ന ആ ഒരു ഗ്രൂപ്പിനാണ് എക്സ്പെരിമെന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. കൺട്രോൾ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ എ ഗ്രൂപ്പ് ഇൻ വിച്ച് ദ ഹൈപ്പോത്തസൈസ്ഡ് ഇഫക്റ്റ് ഈസ് പ്രസന്റ്. മറ്റേ ബി ഗ്രൂപ്പിനാണ് നമ്മൾ കൺട്രോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ മെഷേഴ്സ് യൂസ് ചെയ്ത് mathematical techniques for determining the certainty with which a sample of data can be used to draw generalizations. സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ പിന്നെ കുറെ മെത്തേഡ്സ് പഠിക്കും. നമ്മൾ ഈ ഒരു സ്റ്റഡി ഏത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ചാണോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു മെത്തേഡാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. മെഷർമെന്റ്, ഈ മെഷർമെന്റും കുറെ ടൈപ്സ് മെഷർമെന്റ് ഉണ്ട്. അതൊക്കെ നമ്മൾ ലേറ്റർ ആയിട്ടുള്ള അടുത്തടുത്തായിട്ടുള്ള ഓരോ യൂണിറ്റ്സിൽ നമ്മൾ പഠിക്കാം. നമുക്ക് റിസർച്ച് സൈക്കോളജി ഒക്കെ എല്ലാം പഠിക്കാനുണ്ടല്ലോ, അതിലൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. മെഷർമെന്റ്സ് ഒക്കെ എന്താണ്, ഓരോ ടൈപ്പ് മെഷർമെന്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇതുപോലുള്ള ഓരോ സ്റ്റഡീസ് നടത്തുന്നത്. റാൻഡം അസൈൻമെന്റ് എന്ന് പറയുന്നത് എ സിസ്റ്റം ഫോർ അസൈനിങ് പാർട്ടിസിപ്പൻസ് ടു എക്സ്പെരിമെന്റൽ ആൻഡ് കൺട്രോൾ ഗ്രൂപ്പ് സോ ദാറ്റ് ഈച്ച് പാർട്ടിസിപ്പന്റ് ഹാസ് ആൻ ഈക്വൽ ചാൻസ് ഓഫ് ബീങ് അസൈൻ ടു എനി ഗ്രൂപ്പ്. നമ്മളിപ്പോ ഒരു പോപ്പുലേഷൻ എടുത്തു, ആ പോപ്പുലേഷനെ നമ്മൾ ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ചില്ലേ, എക്സ്പെരിമെന്റൽ ഗ്രൂപ്പായിട്ട് തിരിച്ചു, ഒന്ന് കൺട്രോൾ ഗ്രൂപ്പായിട്ടും തിരിച്ചു. ആ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പായിട്ടും കൺട്രോൾ ഗ്രൂപ്പായിട്ടും നമ്മൾ ഓരോ പാർട്ടിസിപ്പൻസിനെ അസൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് റാൻഡം അസൈൻമെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ക്വാസി എക്സ്പെരിമെന്റൽ മെത്തേഡും ട്രൂ റാൻഡമൈസ്ഡ് എക്സ്പെരിമെന്റുമാണ്. Quasi experiment is conducted in natural everyday life setting over which the researcher has less than complete control. The lack of control over the setting arises from the very fact that it is an everyday life setting. Here the realism of the setting is relatively high, the control relatively low. ക്വാസി എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ സെറ്റിംഗ്സിൽ നടക്കുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. അതായത് റിയൽ ആയിട്ടുള്ള, നമുക്ക് പ്രത്യേകമായിട്ട് അസൈൻ ചെയ്യാനൊന്നും ഉണ്ടാവില്ല, ഇന്ന ഗ്രൂപ്പ് എന്നൊന്നും പറഞ്ഞ് അസൈൻ ചെയ്യാനൊന്നും ഉണ്ടാവില്ല. ഒരു ഗ്രൂപ്പിനെ നമുക്ക് സ്റ്റഡി ചെയ്യാണ്ടാവും അവരുടെ നാച്ചുറൽ സെറ്റിംഗ്സിൽ വെച്ച് തന്നെ. അവിടെ നമ്മളെ റിസർച്ചറിന് അവരുടെ മേലുള്ള കൺട്രോൾ കുറവായിരിക്കും. ട്രൂ റാൻഡമൈസ്ഡ് എക്സ്പെരിമെന്റ് നേരെ മറിച്ച് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. നമുക്ക് ഒരു എക്സ്പെരിമെന്റൽ ഗ്രൂപ്പും ഒരു കൺട്രോൾ ഗ്രൂപ്പും ഒക്കെ ഉണ്ടാവും. നമുക്ക് പാർട്ടിസിപ്പൻസിനെ വേറെ വേറെ ഗ്രൂപ്പായിട്ട് അസൈൻ ചെയ്യാനും ഉണ്ടാവും. A true randomized experiment is one in which the researcher has complete control over key features of the settings. However, this degree of control often involves a loss of realism. It is sometimes possible to conduct a true randomized experiment in an everyday setting. This is called a field experiment. ഈ ഒരു ട്രൂ റാൻഡമൈസ്ഡ് എക്സ്പെരിമെന്റ് നടത്തുന്ന ആ ഒരു പ്രോസസ്സാണ് ഫീൽഡ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, നമ്മുടെ ഈ ഫ്ലഡ് ഒക്കെ വന്ന സമയം ഉണ്ടല്ലോ, 2018 2018. ഈ 2018 ഫ്ലഡ് ഒക്കെ വന്ന സമയത്ത് നമ്മൾ ഗവൺമെന്റ് ഒരു സ്റ്റഡി നടത്താണ് എന്തുകൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് ഇത്ര അധികം വെള്ളം കെട്ടി നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് അത് വലിഞ്ഞു പോകാതെ, എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം അത് നീണ്ടു നിന്ന് അത് ഒരു നമുക്ക് വലിയൊരു ഡിസാസ്റ്റർ ആയിട്ട് അത് എന്തുകൊണ്ട് മാറി എന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അതൊരു നാച്ചുറൽ സെറ്റിംഗ്സിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. അതിന് നമുക്ക് പ്രത്യേകിച്ച് ആൾക്കാരെ സെലക്ട് ചെയ്യാനോ അവരെ അസൈൻ ചെയ്യാനോ ഒന്നും ഉണ്ടാവൂല. ഏതൊക്കെ ആൾക്കാരാണോ ആ ഒരു ഫ്ലഡിൽ ഉൾപ്പെട്ടത് അവരെയാണ് നമുക്ക് സ്റ്റഡി ചെയ്യേണ്ടത്, അല്ലെ? അതാണ് ക്വാസി എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ട്രൂ റാൻഡമൈസ്ഡ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രത്യേകമായിട്ട് ഒരു സ്റ്റഡി എടുത്തിട്ട് അതിന് വേണ്ടി ആൾക്കാരെ നമ്മൾ കളക്ട് ചെയ്തിട്ട് അവരെ ഓരോ ഗ്രൂപ്പായിട്ട് അസൈൻ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ട്രൂ റാൻഡമൈസ്ഡ് എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. അതൊരു ലബോറട്ടറി സെറ്റിംഗ് ആയിരിക്കും. ക്വാസി എക്സ്പെരിമെന്റൽ ഒരു നാച്ചുറൽ സെറ്റിംഗ് ആയിരിക്കും. ഇവിടെ നമുക്ക് ഒരു ടേബിൾ കാണാം, ആട്രിബ്യൂട്ട്സ്, എക്സ്പെരിമെന്റ്സ്. ക്വാസി എക്സ്പെരിമെന്റും ക്വാസി എക്സ്പെരിമെന്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. റെപ്രസെന്റേറ്റീവ്നെസ് ഓഫ് ഡാറ്റ എക്സ്പെരിമെന്റ്സിൽ ലോ ആയിരിക്കും, ക്വാസി എക്സ്പെരിമെന്റിൽ ലോ ആയിരിക്കും. റിയലിസം ഓഫ് സെറ്റിംഗ് എക്സ്പെരിമെന്റിൽ ലോ ആയിരിക്കും, ക്വാസി എക്സ്പെരിമെന്റിൽ ഹൈ ആയിരിക്കും. കൺട്രോൾ ഓവർ സെറ്റിംഗ് എക്സ്പെരിമെന്റിൽ ഹൈ ആയിരിക്കും, ക്വാസി എക്സ്പെരിമെന്റിൽ
മീഡിയ ആയിരിക്കും. നെക്സ്റ്റ് എക്സ്പെരിമെന്റൽ ഡിസൈൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് one shot case study. A single group is exposed to a treatment where an independent variable is introduced and dependent variable is measured after the treatment. ഈ വൺ ഷോട്ട് കേസ് സ്റ്റഡി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു സിംഗിൾ ഗ്രൂപ്പ് ആയിരിക്കും. നമുക്ക് കുറെ വേരിയബിൾസ് ആയിട്ടൊന്നും ഉണ്ടാവില്ല. ഒരു സിംഗിൾ ഒരു ഗ്രൂപ്പിനെ നമ്മൾ വെച്ചിട്ട് നമ്മൾ സ്റ്റഡി നടത്തുന്നതിനാണ് വൺ ഷോട്ട് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു അഡ്മിനിസ്റ്റർ എ ന്യൂ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ടു എ ക്ലാസ് ആൻഡ് മെഷർ ദ പെർഫോമൻസ് ആഫ്റ്റർവേർഡ് വിത്തൗട്ട് കമ്പയറിംഗ് ഇറ്റ് ടു എനി അതർ ഗ്രൂപ്പ് ഓർ ബേസ് ലൈൻ. ഇപ്പൊ നമ്മളൊരു ക്ലാസ് എടുത്ത് അതിൽ സ്റ്റുഡൻസിനെ ഒരു സ്റ്റഡി ടെക്നിക്ക് കൊടുക്കുകയാണ്, എന്തെങ്കിലും ഒരു സ്റ്റഡി ടെക്നിക്ക് കൊടുക്കുകയാണ്. ആ ടെക്നിക്ക് ഉപയോഗിച്ച് ഇവര് നല്ലോണം പെർഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. നമ്മൾ അസൈൻ ഈ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ആ ഒരു ഗ്രൂപ്പാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ആ സ്റ്റുഡൻസ് ആണ് നമ്മുടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. അവര് ആ ഒരു ടെക്നിക്ക് കൊണ്ട് നല്ല പെർഫോമൻസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളെ ഡിപ്പെൻഡന്റ് വേരിയബിൾ. അതായത് നമ്മൾ ഒരു സിംഗിൾ ഗ്രൂപ്പ് ആയിരിക്കും, അവർക്ക് ആ ഒരു എക്സ്പെരിമെന്റ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആ എക്സ്പെരിമെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ അതിൽ വാരി ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. അതാണ് വൺ ഷോട്ട് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ട്രൂ എക്സ്പെരിമെന്റ് ഡിസൈൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോൺ ആസ് പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ. ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ട്രൂ റാൻഡമൈസ്ഡ് എക്സ്പെരിമെന്റ് പോലെ തന്നെയാണ്, അതിന്റെ ബാക്കിയായിട്ട് തന്നെ വരുന്നതാണ്. അതിനെ പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയും. It involves manipulation of two or more independent variables, random assignment of variables to experiment group and control group, and then measuring the dependent variable. This design allows researcher to find causal relationship. നേരത്തെ പറഞ്ഞ ട്രൂ റാൻഡമൈസ്ഡ് എക്സ്പെരിമെന്റ് തന്നെ. ട്രൂ റാൻഡമൈസ്ഡ് എക്സ്പെരിമെന്റ്സിൽ ഒരു എക്സ്പെരിമെന്റൽ ഡിസൈൻ ആണ് ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്ന് പറയുന്നത്. അതിനെ പോസ്റ്റ് ടെസ്റ്റ് ഓൺലി കൺട്രോൾ ഗ്രൂപ്പ് ഡിസൈൻ എന്ന് പറയും. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് ഉണ്ടാവും, ഒരു കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടാവും. എന്നിട്ട് നമ്മൾ രണ്ട് ഗ്രൂപ്പിലും നമ്മൾ ഓരോ റാൻഡം അസൈൻമെന്റ് നടത്തി ഓരോ വേരിയബിൾസ് കൊടുത്ത് ലാസ്റ്റ് നമ്മൾ അതിന്റെ ഡിപ്പെൻഡന്റ് വേരിയബിളിനെ മെഷർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, റാൻഡംലി അസൈൻ പാർട്ടിസിപ്പൻസ് ടു ഐദർ എൻ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ് വിച്ച് റിസീവ്സ് എ ന്യൂ ഡ്രഗ് ഓർ എ കൺട്രോൾ ഗ്രൂപ്പ് വിച്ച് റിസീവ്സ് എ പ്ലാസിബോ ആൻഡ് മെഷർ ദി ഇഫക്ട്സ് ഓൺ എ ഹെൽത്ത് ഔട്ട്കം. അപ്പോൾ ഒരു എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിന് നമ്മൾ ഒരു പുതിയ ഡ്രഗ് കൊടുത്തു, കൺട്രോൾ ഗ്രൂപ്പിന് പ്ലേസിബോ മെഡിക്കേഷൻ തന്നെയാണ് കൊടുത്തു. അതിന് അവര് തമ്മിൽ അതിനുശേഷം നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ നമ്മൾ മെഷർ ചെയ്യാണ്. ആ ഒരു ഹെൽത്ത് ഔട്ട്കം എന്തായിരിക്കും, ഡ്രഗ് യൂസ് ചെയ്യുന്നവരുടെ ഔട്ട്കം എന്തായിരിക്കും എന്നുള്ളതും പ്ലാസിബോ യൂസ് ചെയ്യുന്നവരുടെ ഔട്ട്കം എന്തായിരിക്കും. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ ക്ലാസ് സെറ്റിംഗ്സ് പറഞ്ഞല്ലോ, ആ ഒരു എക്സാമ്പിൾ തന്നെ ഇതിന് കൺസിഡർ ചെയ്താൽ മതി ട്രൂ എക്സ്പെരിമെന്റൽ ഡിസൈൻ. നെക്സ്റ്റ് വൺ പറയുന്നത് ഫാക്ടോറിയൽ ഡിസൈൻ ആണ്. Two or more independent variables are manipulated simultaneously to observe their effect on dependent variable. നേരത്തെ ഒക്കെ നമ്മൾ ഓരോ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നാണല്ലേ പറഞ്ഞത്. ഇതില് ഇൻഡിപെൻഡന്റ് വേരിയബിൾസും കുറെ ഉണ്ടാവാം, ഡിപ്പെൻഡന്റ് വേരിയബിൾസും കുറെ ഉണ്ടാവാം. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ a 2x2 factorial design could investigate the effects of two teaching methods, method A versus method B, and two levels of class size, large versus small, on student performance. This results in 4 experimental conditions: method A or large class, method A or small class, method B or large class, method B or small class. ഇതിൽ പറയുന്നത് രണ്ട് ക്ലാസ്സിലാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത്. ഒരു ലാർജ് ക്ലാസ്സും ഉണ്ട്, ഒരു സ്മോൾ ക്ലാസ് റൂമും ഉണ്ട്. അത് ലാർജ് ക്ലാസ്സിലും നമ്മൾ മെത്തേഡ് എയും അപ്ലൈ ചെയ്യും, ലാർജ് ക്ലാസ്സിൽ നമ്മൾ മെത്തേഡ് ബിയും അപ്ലൈ ചെയ്യും. അതിൽ രണ്ട് റിസൾട്ട്സ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ സ്മോൾ ക്ലാസ്സിലും നമ്മൾ എന്ത് ചെയ്യും, മെത്തേഡ് എയും അപ്ലൈ ചെയ്യും, മെത്തേഡ് ബിയും അപ്ലൈ ചെയ്യും. അതിലും നമുക്ക് രണ്ട് റിസൾട്ട്സ് കിട്ടും. ടോട്ടൽ നമുക്ക് 4 ഔട്ട്കംസ് കിട്ടും അല്ലെ. അതുപോലെ ഇങ്ങനെയുള്ള 2 or more ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് മാനിപ്പുലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിപ്പെൻഡന്റ് വേരിയബിൾ ഉണ്ടാവുന്ന വ്യത്യാസം നോക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഫാക്ടോറിയൽ ഡിസൈൻ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ത്രെഡ്സ് ടു ദ വാലിഡിറ്റി ഇൻ എക്സ്പെരിമെന്റൽ റിസർച്ച് ആണ്. എന്തൊക്കെ ത്രെഡ്സ് നമ്മൾ ഈ എക്സ്പെരിമെന്റൽ റിസർച്ചിൽ ഫേസ് ചെയ്യുന്നുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. വാലിഡിറ്റി refers to the extent to which a method of measurement measures what it is supposed to measure. എന്താണ് വാലിഡിറ്റി എന്ന് പറയുന്നത്? നമ്മൾ എന്താണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണോ നമുക്ക് മെഷർ ചെയ്ത് കിട്ടുന്നത് എന്നുള്ളതാണ് വാലിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. The validity of an experiment may be threatened due to the following reasons. കുറെ റീസൺസ് കൊണ്ട് നമ്മുടെ വാലിഡിറ്റി ത്രെട്ടൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ആദ്യം പറയുന്നത് കൺഫൗണ്ടിങ് ആണ്. Introduction of external variable that influence both independent variable and dependent variable, making it difficult to identify the true cause of observed effects. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻ എ സ്റ്റഡി എക്സാമിനിങ് ദ ഇമ്പാക്ട് ഓഫ് എ ന്യൂ സ്റ്റഡി ടെക്നിക്, ഐ വി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്, ഡി വി കൊണ്ട് ഉദ്ദേശിക്കുന്ന ഡിപെൻഡന്റ് വേരിയബിൾ ആണ് കേട്ടോ. In a study examining the impact of a new study technique IV on exam performance DV, a confounding variable might be the amount of prior knowledge. Example, student with more prior knowledge may do better irrespective of the study technique. ഇപ്പൊ നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞില്ല, ഒരു ഗ്രൂപ്പിന് നമ്മൾ ഒരു മെത്തേഡ് കൊടുത്തു, വേറെ ഗ്രൂപ്പിന് നമ്മൾ ഒരു മെത്തേഡും കൊടുക്കാതെ നമ്മൾ മെത്തേഡ് കൊടുത്ത ഗ്രൂപ്പിന് എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നേരത്തെ നോക്കിയിരുന്നല്ലോ. ഇതിപ്പോ നമ്മൾ മെത്തേഡ് കൊടുത്ത ഗ്രൂപ്പ് കൂടുതൽ പെർഫോം ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ആ കൊടുത്ത ടെക്നിക് കൊണ്ടാണ് അവർ കൂടുതൽ പെർഫോം ചെയ്തതെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. കാരണം ചിലപ്പം അവർക്ക് നേരത്തെ ഒരു പ്രയോർ നോളജ്, ആ നമ്മൾ കൊടുത്ത വിഷയത്തിൽ അവർക്ക് ആദ്യമേ ഒരു നോളജ് ഉണ്ടായിരുന്നെങ്കിൽ, നമ്മൾ ടെക്നിക്ക് കൊടുത്തിട്ടില്ലായിരുന്നെങ്കിലും അവർ കൂടുതൽ പെർഫോം ചെയ്യായിരുന്നു. അങ്ങനെ ഒരു ത്രെട്ട് എന്തുണ്ട് ഈ വാലിഡിറ്റിയിൽ വരുന്നുണ്ട്. സെക്കൻഡ് വൺ, social desirability. Participants altering their responses to be socially acceptable, hiding the true reports like fear, anxiety, or any other which they think they would be regarded negatively. ഇപ്പോ നമ്മള് ഒരു പാർട്ടിസിപ്പൻസിന് നമ്മൾ ഒരു എക്സ്പെരിമെന്റ് കൊടുക്കുമ്പോൾ അവരെന്താവും, ഞാൻ ഇന്നതുപോലെ പെർഫോം ചെയ്തില്ലെങ്കിൽ അവരെന്നെ നെഗറ്റീവായിട്ട് പോർട്രേ ചെയ്യില്ലേ എന്ന് വിചാരിച്ച് അവരെന്ത് ചെയ്യും, അവരുടെ റെസ്പോൺസ് അവർ നമ്മൾക്ക് അനുകൂലമായിട്ട് എഴുതി തള്ളും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇൻ എ സ്റ്റഡി ഓൺ ആൽക്കഹോൾ കൺസപ്ഷൻ, പാർട്ടിസിപ്പൻസ് മേ അണ്ടർ റിപ്പോർട്ട് ദെയർ ഡ്രിങ്കിങ് ഹാബിറ്റ്സ് ബിക്കോസ് ദേ ബിലീവ് എക്സസീവ് ഡ്രിങ്കിങ് ഈസ് സോഷ്യലി അൺഡിസൈറബിൾ ഈവൻ ദോ ദാറ്റ് മൈറ്റ് നോട്ട് റിഫ്ലെക്ട് ദ ഹാച്ച്വൽ ബിഹേവിയർ. ഇപ്പൊ നമ്മള് ആൽക്കഹോൾ കൺസംഷൻ ചെയ്യുന്ന ഡ്രഗ്സ് ഒക്കെ കൺസം ചെയ്യുന്ന ഒരു ഗ്രൂപ്പിനെ വെച്ച് സ്റ്റഡി ചെയ്യാണ്. ആൽക്കഹോൾ നമ്മൾ കുടിക്കുന്നത് നമ്മളെ ഹെൽത്തിന് എന്താണ് ഹാനികരാന്നുള്ളത് നമുക്കറിയാലോ. പക്ഷെ അത് അറിഞ്ഞോണ്ട് തന്നെ നമ്മൾ അവരൊരു സ്റ്റഡി നടത്തുമ്പോൾ അവർ വിചാരിക്കുകയാണ്, ഞാൻ ആൽക്കഹോൾ കുടിക്കുന്നുണ്ട് എന്ന് പറയുമ്പം അവരെന്നെ പറ്റി എന്ത് വിചാരിക്കും, ഞാൻ അങ്ങനെ കുടിക്കുന്നത് കൊണ്ട് അവര് എന്നെ പറ്റി അങ്ങനെ മോശമായിട്ട് വിചാരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് അവരുടെ ആ ഹാബിറ്റ്സിനെ അവർ മറച്ചു വെച്ചുകൊണ്ട് അവര് നമുക്ക് എന്ത് തരും, അവർ ബിഹേവ് ചെയ്യുമ്പോൾ നമ്മളെ വാലിഡിറ്റിയിൽ അത് പ്രശ്നം വരും. നമ്മൾ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത്, നമ്മൾ എന്താണോ റിസർച്ച് ചെയ്യുന്നത് അതിൽ കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടിയെന്ന് വരില്ല. തേർഡ് വൺ പറയുന്നത് ഡിമാൻഡ് ക്യാരക്ടറിസ്റ്റിക്സ്. പാർട്ടിസിപ്പൻസ് ചേഞ്ചിങ് their behavior in order to reach the expectation of the experimenter. In an experiment where participants are told they are testing a new drug's effectiveness, they might alter their behavior on responses to appear more favorable toward the treatment, especially if they know the expected outcome. ഇപ്പോ നമ്മളിപ്പോ ഒരു ഗ്രൂപ്പിന് ഒരു റിസർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോ നമ്മുടെ കാര്യം തന്നെ വെക്കുകയാണെങ്കിൽ, നമ്മുടെ ഫ്രണ്ട്സിനെ തന്നെ നമ്മൾ ഒരു റിസർച്ചിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുകയാണെങ്കിൽ അവർക്കറിയാം നമ്മൾ ഇന്ന ഒരു റിസൾട്ട് കിട്ടാനാണ് ഈ റിസർച്ച് ചെയ്യുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് അവരെന്ത് ചെയ്യും, അവർ തരുന്ന ഡാറ്റാസ് അതിനനുസരിച്ച് അവര് വളച്ചൊടിക്കും. നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് അതിലേക്ക് ആ റിസൾട്ടിനെ കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് അവരവരുടെ ബിഹേവിയേഴ്സിനെ എന്ത് ചെയ്യും, വളച്ചൊടിക്കും. അതാണ് ഡിമാൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്.
Experimenter expectancy effect. Researchers' beliefs or expectations affecting the interpretation of the results. ഇപ്പൊ നമ്മളൊരു റിസർച്ച് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാനൊരു റിസർച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും, ഈ റിസൾട്ട് ഇങ്ങനെ ആയിരിക്കും വരിക, അല്ലെങ്കിൽ ഈ റിസൾട്ട് അങ്ങനെ ആയിരിക്കും പോവുക എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻസ് ചിലപ്പോൾ ഈ റിസർച്ചർ ആയിട്ടുള്ള എനിക്കുണ്ടാവും. അതിനനുസരിച്ച് ചിലപ്പോൾ എന്താവും, നമ്മുടെ റിസൾട്ട് ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മളുടെ റിസൾട്ടിനെ കൊണ്ടെത്തിക്കാനുള്ള ആ ഒരു പ്രവണത ചിലപ്പോൾ റിസർച്ചറായിട്ട് ഉള്ള ആൾക്ക് ഉണ്ടാവും. ഇനി ഈ ഒരു ത്രെഡ്സ് ഒക്കെ എങ്ങനെ മിനിമൈസ് ചെയ്യാം, കുറയ്ക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. ആദ്യം പറയുന്നത് പോസ്റ്റ് എക്സ്പെരിമെന്റൽ എൻക്വയറി. This involves gathering additional data from participants after the experiment to understand their perceptions or experiences. It includes interviews, surveys, or debriefing sessions. പോസ്റ്റ് എക്സ്പെരിമെന്റൽ എൻക്വയറി എന്ന് പറയുന്നത് നമ്മൾ ഒരു എക്സ്പെരിമെന്റ് നടത്തുന്ന ആ ഒരു പാർട്ടിസിപ്പൻസ് ഉണ്ടല്ലോ, നമ്മൾ എക്സ്പെരിമെന്റിന് തിരഞ്ഞെടുക്കുന്ന പാർട്ടിസിപ്പൻസ്, അവരുമായിട്ട് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അവരോട് ചില കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞു വെക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ വാലിഡിറ്റിക്ക് പ്രശ്നമാവുക എന്ന് വെച്ചാൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് അറിഞ്ഞു വെക്കുക. ഏതെങ്കിലും ഇന്റർവ്യൂ വഴിയോ സർവീസ് വഴിയോ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതാണ് പോസ്റ്റ് എക്സ്പെരിമെന്റൽ എൻക്വയറി എന്ന് പറയുന്നത്. അതായത് അപ്പോൾ അവരെന്തൊക്കെ വിചാരിക്കുന്നു എന്നോ അല്ലെ അവരെന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു ഐഡിയ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരും. സെക്കൻഡ് വൺ പറയുന്നത് unobtrusive measures. Participants are unaware of being observed. Their behavior is more likely to be natural and unaffected by the experimental context. അതായത് നമ്മൾ ആ ഒരു പാർട്ടിസിപ്പന്റിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ടോ അല്ലെ അവരെ നമ്മൾ എക്സ്പെരിമെന്റിന് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അവര് അറിയാതിരിക്കാൻ ശ്രമിക്കുക. അവര് അണവെയർ ആയിരിക്കണം. അവര് ഒബ്സർവ്ഡ് ആണ്, നമ്മൾ അവരെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് അവര് അറിയരുത്. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ വാലിഡിറ്റിക്ക് വലിയ കോട്ടം പറ്റാതെ നമുക്ക് റിസൾട്ട് പൂർത്തീകരിച്ചെടുക്കാൻ പറ്റും. മൂന്നാമത് പറയുന്നത് കവർ സ്റ്റോറിയാണ്. എ കവർ സ്റ്റോറി ഇൻവോൾവ്സ് പ്രൊവൈഡിംഗ് പാർട്ടിസിപ്പൻസ് വിത്ത് എ ഫാൾസ് ഓർ ന്യൂട്രൽ എക്സ്പ്ലനേഷൻ ഓഫ് ദ സ്റ്റഡീസ് പർപ്പസ്. ദിസ് ഈസ് ഓഫൻ യൂസ്ഡ് ഇൻ സൈക്കോളജിക്കൽ എക്സ്പെരിമെന്റ്സ് വേർ നോയിങ് ദ ട്രൂ എയിം മൈറ്റ് ആൾട്ടർ ദ ബിഹേവിയർ ഓഫ് ദ പാർട്ടിസിപ്പൻസ്. ഇപ്പൊ നമ്മളൊരു ഗ്രൂപ്പിന് ഒരു സ്റ്റഡിക്ക് എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ശരിക്കും എന്താണോ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ആ ഒരു കാര്യം നമ്മൾ പാർട്ടിസിപ്പൻസിനോട് പറയില്ല. അവര് ആ ഒരു ഔട്ട്കമ്മിലേക്ക് അവർക്കൊരു എക്സ്പെക്ടേഷൻ കൊടുക്കില്ല നമ്മൾ. അല്ലെങ്കിൽ നമ്മളൊരു കാര്യമാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ലെ റിസർച്ച് ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിലും നമ്മൾ വേറൊരു കാര്യമാണ് റിസർച്ച് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് അവരോട് പറയാ. നമ്മളെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് അവരോട് പറയൂല. അങ്ങനെ ആവുമ്പോ എന്ത് സംഭവിക്കും, അവര് നമ്മളെ ഉദ്ദേശത്തിനനുസരിച്ച് അവരുടെ ബിഹേവിയർ ആൾട്ടർ ചെയ്യാതെ നോക്കും. നാലാമത് പറയുന്നത് കീപ് എക്സ്പെരിമെന്റൽ ബ്ലൈൻഡ് ടു ദ ഹൈപ്പോത്തസിസ്. ഇപ്പൊ നമ്മളൊരു എക്സ്പെരിമെന്റ് നടത്താണ്, നമ്മൾ വേറൊരാളെ വെച്ചാണ് ഈ എക്സ്പെരിമെന്റ് നടത്തുന്നത്. നമ്മൾ കുറച്ച് പാർട്ടിസിപ്പൻസിനെ തിരഞ്ഞെടുത്തു. ആ പാർട്ടിസിപ്പൻസിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്പെരിമെന്ററിനെയും വെച്ചു. ആ എക്സ്പെരിമെന്ററിനോട് എന്താണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ എന്താണോ ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ആ എക്സ്പെരിമെന്ററോട് നമ്മൾ പറയൂല. അങ്ങനെ പറയാത്ത പക്ഷം എക്സ്പെരിമെന്റർക്കും അറിയില്ല അവരെന്താണ് ഈ പാർട്ടിസിപ്പൻസിന്റെ അടുത്ത് അവര് എന്ത് കാര്യമാണ് ഈ പാർട്ടിസിപ്പൻസിന്റെ അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ഐഡിയ ഈ എക്സ്പെരിമെന്റർക്കും കിട്ടൂല. പക്ഷെ നമ്മൾ ഒരു റിസർച്ചർ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ആൾക്ക് അതിനെക്കുറിച്ചുള്ള ക്ലിയർ കട്ട് ഐഡിയ ഉണ്ടാവുകയാണ്. അഞ്ചാമത് പറയുന്നത് മിനിമൈസിങ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ എക്സ്പെരിമെന്റർ ആൻഡ് പാർട്ടിസിപ്പന്റ്. ഈ പാർട്ടിസിപ്പന്ററും ഈ എക്സ്പെരിമെന്റ് നടത്തുന്ന ആളും തമ്മിൽ ഒരു ഇന്ററാക്ഷൻ ഇല്ലാതെ നോക്കുക എന്നുള്ളതാണ്. അവർ തമ്മിൽ ഒരു ഇന്ററാക്ഷൻ ഉണ്ടാകുമ്പോഴാണല്ലോ പാർട്ടിസിപ്പന്റിന് മനസ്സിലാവുക ഇത് ഇങ്ങനൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. ആ ഒരു ഇന്ററാക്ഷൻ ഇല്ലാതെ നോക്കുക എന്നുള്ളതാണ് പിന്നെ നമുക്ക് ഇത് മിനിമൈസ് ചെയ്യാൻ ഉള്ള വഴി. ഇതൊക്കെയാണ് മെത്തേഡ്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി പറയുന്നത്. അതിൽ തന്നെ നമുക്ക് വരുന്നതാണ് എത്നോഗ്രാഫി എന്ന് പറയുന്നത്. അതൊരു ടേം ആണ്. നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞ ഒരു ഒബ്സർവേഷണൽ മെത്തേഡിലൊക്കെ പാർട്ടിസിപ്പന്റ് ബേസ്ഡ് ഒക്കെ പറഞ്ഞിട്ടുള്ള
ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, പറഞ്ഞു മാഡം. ഓക്കെ, എത്തനോഗ്രാഫി നോക്കാൻ പോകുന്നത്. The word ethnography literally means writing about people. Ethnos in Greek means folk or people. Graphia stands for writing. Ethnography literally means a portrait of people. ഒരു കൾച്ചറിനെ കുറിച്ച് പഠിക്കുക, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കുറിച്ച് പഠിക്കുന്ന ആ ഒരു പ്രോസസ്സിനാണ്, അല്ലെങ്കിൽ അവരെ കുറിച്ച് നമുക്ക് അവരുടേതായിട്ടുള്ള സെറ്റിങ്സിൽ ഇരുന്ന് അവരെ കുറിച്ച് പഠിക്കുന്നതിനാണ് നമ്മൾ എത്നോഗ്രാഫി എന്ന് പറയുന്നത്. It involves the systematic study of people and cultures through direct observation, participation, and immersion in the daily lives of the study objects. നമ്മൾ ഏതൊരു കൂട്ടത്തെയാണോ പഠിക്കാൻ പോകുന്നത്, ഏതൊരു ഗ്രൂപ്പിനെയാണോ സ്റ്റഡി ചെയ്യാൻ പോകുന്നത്, അവരുടെ കൂടെ നിന്ന് അവരുടെ ഓരോ രീതികളും മനസ്സിലാക്കി അവരുടെ ഓരോ രീതികളിലും പങ്കെടുത്തുകൊണ്ട് അവരെ കുറിച്ച് പഠിക്കുന്ന, ഒബ്സർവ് ചെയ്തുകൊണ്ട് പഠിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് ഇത് എത്തനോഗ്രാഫി എന്ന് പറയുന്നത്. Ethnography is characterized by gathering data from the range of sources, example interviews, observations, conversations and documents, etc. ഈ ഏതൊരു ഗ്രൂപ്പിനാണോ നമ്മൾ പഠിക്കാൻ പോകുന്നത് അവരെ കുറിച്ചുള്ള ഒരു ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ എത്തനോഗ്രാഫിയിൽ ചെയ്യുന്നത്. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, studying behavior in everyday contexts rather than experimental conditions. നമ്മൾ ഗ്യാദർ ചെയ്തിട്ടുള്ള ആ ഒരു ഡാറ്റ അവരുടെ കൂടെ നിന്ന് അതിനെക്കുറിച്ച് പഠിക്കാൻ, അത് ചിലപ്പം മാസങ്ങളോളം അവരുടെ കൂടെ ചെലവഴിക്കേണ്ടി വരും, ചിലപ്പോൾ വർഷങ്ങളോളം അവരുടെ കൂടെ ചെലവഴിക്കേണ്ടി വരും. എത്രയാന്ന് വെച്ചാലും അവരുടെ കൂടെ നിന്ന് സമയം ചെലവഴിച്ചുകൊണ്ട് അവരെ കുറിച്ച് സ്റ്റഡി ചെയ്യാണ് ചെയ്യുന്നത്. മൂന്നാമത്, യൂസിങ് ആൻ അൺസ്ട്രക്ചർഡ് അപ്രോച്ച് ടു ഡാറ്റ ഗാദറിംഗ് ഇൻ ദ ഏർലി സ്റ്റേജസ് സോ ദാറ്റ് കീ ഇഷ്യൂസ് ക്യാൻ എമർജ് ഗ്രാജുവലി ത്രൂ അനാലിസിസ്. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അപ്രോച്ച്, നമ്മൾ എക്സ്പെരിമെന്റൽ മെത്തേഡിൽ ചെയ്യുന്നപ്പോൾ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള അപ്രോച്ച് യൂസ് ചെയ്യാതെ നാച്ചുറൽ സെറ്റിംഗ്സിൽ നിന്ന് അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാം, ഈ ഡാറ്റ അവരിൽ നിന്ന് നമ്മൾ ഗ്യാദർ ചെയ്യാം. കംപ്രൈസിങ് ആൻഡ് ഇൻ ഡെപ്ത് സ്റ്റഡി ഓഫ് 1 or 2 സിറ്റുവേഷൻസ്. ഈ ഇതുപോലുള്ള നമ്മൾ സ്റ്റഡി നടത്തുമ്പോൾ ആ ഒരു സ്റ്റഡി 2 or more സിറ്റുവേഷൻസിൽ നിന്ന് പഠിക്കുക എന്നുള്ളത്. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ മാത്രം നോക്കുമ്പോൾ നമുക്ക് ആ ഒരു സിറ്റുവേഷനിൽ അവരെങ്ങനെ പെരുമാറുന്നുള്ളതേ മനസ്സിലാവും. നേരെ മറിച്ച് നമ്മൾ കുറെ സിറ്റുവേഷനിൽ നിന്ന് ആ ഒരു ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടുമല്ലോ. ഇനി അടുത്തത് സ്റ്റെപ്സ് ഇൻ എത്തനോഗ്രാഫിയാണ്. എത്തനോഗ്രാഫിയിൽ ഏതൊക്കെ സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. സെലക്ഷൻ ഓഫ് എ കൾച്ചർ ആൻഡ് റിവ്യൂ ഓഫ് ദ ലിറ്ററേച്ചർ. ആദ്യം നമ്മൾ എന്താ ചെയ്യുന്നത്, എത്തനോഗ്രാഫിയിൽ ഒരു കൾച്ചർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊരു ട്രൈബൽ ഗ്രൂപ്പിനെ കുറിച്ച് അവരുടെ റിച്വൽസിനെ കുറിച്ചൊക്കെ പഠിക്കാൻ പോവാന്ന് വിചാരിച്ചോ, ആ ഒരു ട്രൈബൽ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ആ ഒരു കൾച്ചറിനെ ആദ്യം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്, കൾച്ചറൽ ഇമ്മേർഷൻ. അവരിൽ ഒരാളായിട്ട് അവിടെ തുടരുക എന്നുള്ളതാണ്. അവരിൽ ഒരാളായിട്ട് അവിടെ നിന്ന് ഈ കൾച്ചറിനെ കുറിച്ച് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ ചെയ്യുന്നത്. മൂന്നാമത് എന്താ ചെയ്യുന്നത്, ഗെയിനിങ് ഇൻഫോർമൻസ് ആൻഡ് ഗാദറിംഗ് ഡാറ്റ. ഗെയിനിങ് ഇൻഫോർമൻസ് എന്ന് പറയുന്നത് ആരാണ്, നമുക്ക് ഇൻഫോർമേഷൻ തരുന്ന ആൾക്കാരെയാണ് ഇൻഫോർമൻസ് എന്ന് പറയുന്നത്. അങ്ങനത്തെ കുറച്ച് നമുക്ക് ഇൻഫോർമേഷൻ തരാൻ പറ്റിയ കുറച്ച് ആളുകളെ നമ്മൾ ആ ഗ്രൂപ്പിൽ നിന്നും കണ്ടെത്തിയിട്ട് അവരിൽ നിന്ന് നമുക്ക് നമ്മൾ എന്താണോ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള ഡാറ്റ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ ആ ഇൻഫോർമൻസിൽ നിന്നും കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. നാലാമത്, ഡാറ്റ അനാലിസിസ് ആൻഡ് തിയറി ഡെവലപ്മെന്റ്. നമുക്ക് കിട്ടിയ ഡാറ്റ നമ്മൾ ഇൻഫോർമൻസിന്റെ അടുത്ത് നിന്ന് കളക്ട് ഗ്യാദർ ചെയ്ത ആ ഡാറ്റ അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതിലൂടെ ഒരു തിയറി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നാലാമത് നമ്മൾ ചെയ്യുന്നത്. ഈ 4 സ്റ്റെപ്സ് ആണ് എത്തനോഗ്രാഫിയിൽ ഉള്ളത്. പിന്നെ ഈ 4 സ്റ്റെപ്സ് നമ്മൾ നോക്കി. ഇനി ഏതൊക്കെ മെത്തേഡുകളിലൂടെയാണ് എത്തനോഗ്രാഫി ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ആദ്യം പറയുകയാണെങ്കിൽ മാക്രോ എത്തനോഗ്രാഫി.
ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ബ്രോഡ്ലി ഡിഫൈൻഡ് കൾച്ചറൽ ഗ്രൂപ്പിംഗ്സ്. ഒരു വലിയ ഗ്രൂപ്പിനെ നമ്മൾ സ്റ്റഡിക്ക് യൂസ് ചെയ്യുന്നതിനാണ് മാക്രോ എത്തനോഗ്രാഫി എന്ന് പറയുന്നത്. നാഷണൽ കൾച്ചേഴ്സ് ഓർ സൊസൈറ്റൽ ഷിഫ്റ്റ്സ്, ലാർജ് സ്കെയിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗ്ലോബൽ നെറ്റ്വർക്ക്സ് ഓഫ് മൂവ്മെന്റ്സ്, അങ്ങനെ വലിയ വലിയ ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനെ എടുത്ത് നമ്മൾ ഒരു കാര്യത്തെ പഠിക്കാൻ നോക്കുന്നതിനാണ് മാക്രോ എത്തനോഗ്രാഫി എന്ന് പറയുന്നത്. നമ്മളിപ്പോ ഒരു ഗവൺമെന്റിൽ ഒരു കാര്യത്തിനെ കുറിച്ച് പഠിക്കുന്നതോ, അല്ലെങ്കിൽ ഒരു ഇന്ത്യയിൽ മൊത്തമായിട്ട് നടക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് പഠിക്കുന്നതോ, അല്ലെങ്കിൽ വലിയ വലിയ ഒരുപാട് ബ്രോഡായിട്ട് പോകുന്ന ഒരു കൾച്ചറിൽ നടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ച് പഠിക്കുന്നതാണ് മാക്രോ എത്തനോഗ്രാഫി എന്ന് പറയുന്നത്. അതിന് നേരെ മറിച്ച് മൈക്രോ എത്തനോഗ്രാഫി എന്ന് പറയുന്നത് ഒരു നാരോ ഡിഫൈൻഡ് ആയിട്ടുള്ള കൾച്ചറൽ ഗ്രൂപ്പിൻസിൽ. മാക്രോ എത്തനോഗ്രാഫി ഒരു വലിയ ഗ്രൂപ്പിനെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ മൈക്രോ എത്തനോഗ്രാഫി ഒരു സ്മോൾ ഗ്രൂപ്പിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഒരു ക്ലാസ് റൂം സെറ്റിംഗ്സോ, ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സോ, അല്ലെങ്കിൽ ഫാമിലി ഉള്ളിലുള്ളതോ, അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ നടന്നുകൊണ്ടിരിക്കുന്നതോ, അങ്ങനെ സ്മോൾ സെറ്റിംഗ്സിൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് മൈക്രോ എത്തനോഗ്രാഫി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ നോക്കുന്നത് എമിക് അപ്രോച്ച് ആണ്. എമിക് അപ്രോച്ചും എത്തിക് അപ്രോച്ചും. എമിക് അപ്രോച്ച് എന്ന് പറയുന്നത് ഇൻസൈഡർ പെർസ്പെക്റ്റീവ് ആണ്. എത്തിക് അപ്രോച്ച് എന്ന് പറയുന്നത് ഔട്ട്സൈഡർ പെർസ്പെക്റ്റീവ് ആണ്. Emic approach focuses on the perspective of people being studied. Ethic approach focuses on applying theories or frameworks applied to the culture. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മള് ഒരു സെലിബ്രേഷനെ കുറിച്ച് പഠിക്കുകയാണ്. ഇപ്പൊ നമ്മള് ഓണം സെലിബ്രേഷനെ കുറിച്ച് പഠിക്കാന്ന് വിചാരിച്ചോ. ഈ ഓണം സെലിബ്രേഷനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മള് എമിക് അപ്രോച്ചിൽ എന്താ നമ്മൾ നോക്കുന്നത്? നമ്മള് ഈ കേരളൈറ്റ്സ് ആയിട്ടുള്ള നമ്മള് ആ ഒരു ഓണം സെലിബ്രേഷനെ ഒരു റിലീജിയസ് പെർസ്പെക്റ്റീവിൽ എങ്ങനെ കൊണ്ടുപോകുന്നു, നമ്മുടെ ആഘോഷങ്ങൾ ഏത് രീതിയിൽ ഒക്കെ നമ്മള് കൊണ്ടുപോകുന്നു എന്നുള്ളത് ആ ഒരു ചെറിയ ഒരു കൺസെപ്റ്റിൽ നിന്ന്, നമ്മളൊരു ഇൻസൈഡർ പെർസ്പെക്റ്റീവ്, നമുക്കുള്ളിൽ തന്നെ നമ്മൾ കാണുന്ന ആ ഒരു പെർസ്പെക്റ്റീവിനാണ് എമിക് അപ്രോച്ച് എന്ന് പറയാം. നേരെ മറിച്ച് ഈ ഒരു ഓണം സെലിബ്രേഷൻ നമ്മൾ ഇന്ത്യയിൽ വൈഡ് ആയിട്ടുള്ള പല സെലിബ്രേഷൻസിനെയും കൂടിയും കൂട്ടത്തിൽ വെച്ച് പഠിക്കുകയാണ്. ഓണം സെലിബ്രേഷൻ ആണെങ്കിൽ നമുക്ക് അല്ലാതെ വേറെ കുറെ സെലിബ്രേഷൻസ് ഉണ്ടല്ലോ, ഹോളി ആയിട്ടും ക്രിസ്മസ് ആയിട്ടും, അങ്ങനെ കുറെ വലിയ വലിയ ഒരു ആഘോഷങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു ഔട്ട്സൈഡർ പെർസ്പെക്റ്റീവില് നമ്മൾ അതിനെ നോക്കി കാണുമ്പോഴാണ് അത് എത്തിക് അപ്രോച്ച് ആയിട്ട് മാറുന്നത്. അപ്പോൾ എമിക് അപ്രോച്ചും എത്തിക് അപ്രോച്ചും. നെക്സ്റ്റ് പറയുന്നത് സിറ്റുവേഷണൽ റിഡക്ഷൻ ആണ്. It is the act of reducing the complexity to simplify a phenomenon in order to make it easier to analyze, study or interpret. ഇപ്പൊ നമ്മളൊരു കാര്യത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ ആ ഒരു ഫിനോമിനൻ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു ഫിനോമിനന്റെ കോംപ്ലക്സ്, അതിന്റെ ഒരു ബുദ്ധിമുട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ചെറിയ രീതിയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നതിനാണ് സിറ്റുവേഷണൽ റിഡക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് സ്റ്റഡിങ് എ റിലീജിയസ് സെറിമണി, എ റിസർച്ചർ മൈറ്റ് റെഡ്യൂസ് ദ ഫോക്കസ് ടു വൺ ഡിഷ് ritual within the ceremony, such as the act of prayer, rather than trying to analyze the entire religious practice at once. ഇപ്പൊ നമ്മളൊരു റിലീജിയസ് ആയിട്ട് നടക്കുന്ന ഏതെങ്കിലും ഒരു പരിപാടിയിൽ, ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ ഒക്കെ പോവുകയാണെങ്കിൽ നമ്മൾ അവരുടെ റിച്വൽസിനെ കുറിച്ച് മനസ്സിലാക്കൂലേ. റിസർച്ചർ മൈറ്റ് റെഡ്യൂസ് ദ ഫോക്കസ് ടു വൺ സ്പെസിഫിക് റിച്വൽ വിത്തിൻ ദ സെറിമണി rather than trying to analyze the entire religious practice at once. ഒരു റിലീജിയനില് മുഴുവനായിട്ട് നടക്കുന്ന കാര്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോ ആ ഒരു ചെറിയ കാര്യം, നമ്മൾ ഏത് കാര്യത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്, ഇപ്പൊ നമ്മൾ ഒരു പ്രെയറിനെ കുറിച്ചാണ് പഠിക്കുന്നതെങ്കിൽ അവർ ആ പ്രെയറിൽ എത്രത്തോളം അവര് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നോക്കുകയാണ്. അവരുടെ ബാക്കിയുള്ള റിലീജിയസ് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് പ്രെയറിൽ മാത്രം ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുക. അതാണ് സിറ്റുവേഷണൽ റിഡക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സിംബൽസ് വരുമ്പോൾ, it provides insight to the values, beliefs and collective identities that guide action and perception within a culture. The researcher must decode these symbols to understand what they represent to the people within the culture.
Example, in many cultures, a flag is a symbol of national identity and unity. In other cases, colors or gestures can hold specific meanings, such as the color red symbolizing luck or danger, or a handshake symbolizing respect or agreement. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു റിസർച്ച് ചെയ്യുമ്പോൾ ചില കാര്യങ്ങളിലെ റിസൾട്ട് വരുന്നത് അവർക്ക് ഓൾറെഡി ഉള്ള ഓരോ ബിലീഫ് വെച്ചിട്ടായിരിക്കും, അല്ലെ? ഇപ്പോ നമ്മൾ ഈ ഫ്ലാഗ് ഈസ് എ സിമ്പിൾ ഓഫ് നാഷണൽ ഐഡന്റിറ്റി ആൻഡ് യൂണിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലാഗ് എന്ന് പറയുന്നത് നമുക്കൊരു വികാരമാണ്, അല്ലെ? ആ ഒരു വികാരത്തിന് പുറത്ത് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാവും. അത് നമ്മുടെ ഫ്ലാഗ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ടാവും. അത് ഒരു സിംബലൈസേഷൻ ആണ് ഫ്ലാഗ് എന്ന് പറയുന്നത്, അല്ലെ? നമ്മുടെ ഒരു ബിഹേവിയർ ആ രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു സിംബലൈസേഷൻ ആണ്. ഇതിൽ നമുക്കുള്ളിൽ ഈ പാർട്ടിസിപ്പൻസിന്റെ ഉള്ളിൽ ഓരോ വാല്യൂസ്, ഓരോ ബിലീഫ്സ് ഒക്കെ എന്താവും നമ്മളുടെ റിസൾട്ട്സിനെ ബാധിക്കുന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ആ ഒരു സിമ്പിൾസ് ഏതൊക്കെയാണ്, ആ ഒരു ബിലീഫ്സ് ഏതൊക്കെയാണെന്ന് ഒരു റിസർച്ചർ മനസ്സിലാക്കണം. ആ സിമ്പിൾസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ റിസൾട്ടിലേക്ക്, കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തേണ്ടത്. നെക്സ്റ്റ്, കൾച്ചറൽ പാറ്റേണിംഗ്. It enables researchers to understand the recurring structures and systems of meaning that shape social practices and interactions. It uncovers the cultural logic that shapes society. Example, in a study of family dynamics, cultural patterning could involve understanding the roles of different family members, such as parents, children, and grandparents, and how these roles are socially structured and enacted in everyday life. ഇപ്പൊ കൾച്ചറൽ പാറ്റേണിംഗ് എന്ന് പറയുന്നത് ഒരു കൾച്ചറിൽ നമ്മൾക്ക് ഒതുങ്ങിയിട്ടുള്ള, അതായത് ഒരു എന്താ പറയാ, റിസർച്ചേഴ്സ് അണ്ടർസ്റ്റാൻഡ് ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു സിസ്റ്റം, അതില് സിസ്റ്റം ഓഫ് മീനിങ് ദാറ്റ് ഷേപ്പ് സോഷ്യൽ പ്രാക്ടീസസ് ആൻഡ് ഇന്ററാക്ഷൻസ്. നമ്മൾ ഒരു സോഷ്യൽ പ്രാക്ടീസിലോ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇന്ററാക്ഷനിലോ നമ്മള് എന്താ പറയാ, അതിന് നമ്മൾ ആ ജീവിച്ചു പോകുന്ന ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, നമ്മുടെ ഫാമിലിയിലായാലും അല്ലെങ്കിൽ വർക്ക് പ്ലേസിലായാലും ഒക്കെ നമ്മൾ ആ ജീവിച്ചു പോകുന്ന ഒരു സിസ്റ്റം നമ്മളെ സോഷ്യൽ പ്രാക്ടീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതാണ് കൾച്ചറൽ പാറ്റേണിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ടാസിറ്റ് നോളജ്. It reveals underlying, often unspoken understandings and practices that guide behavior, which cannot be easily captured through explicit statements. It represents the lived experiences, skills, and practices that participants might not consciously think about. For example, a craftsperson may possess tacit knowledge about their trade that is passed down through practice, such as the precise way to handle materials or the nuances of their craft, even though they may not explicitly explain it in the words. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യുന്നത് നമുക്ക് ഓൾറെഡി നമ്മളെ പൂർവികന്മാരൊക്കെ ചെയ്തു വന്നിട്ടുള്ള ഒരു കാര്യം, ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു നോളജ് വെച്ചിട്ടായിരിക്കും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. അത് നമ്മൾ ജീവിച്ചു പോകുന്ന പല കാര്യങ്ങളും നമ്മളെ ബിഹേവിയറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുള്ളതാണ് ടാസിറ്റ് നോളജിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, മെറ്റാ അനാലിസിസ്. As a number of studies on a particular topic increase, researchers are confronted with a new challenge: how to synthesize research findings to arrive at general conclusions. Meta-analysis in social psychology refers to a research method that involves systematically reviewing, combining, and analyzing the results of multiple studies on a particular topic or phenomenon. അതായത് നമ്മളിപ്പോ കുറെ റിസർച്ചുകൾ കണ്ടെത്തുമ്പം അതിൽ നമുക്ക് പല റിസൾട്ടുകളുമാണ് കിട്ടുന്നതെങ്കിൽ ഈ റിസർച്ചുകളെ എല്ലാം കൂടെ നമുക്ക് എന്താ ചെയ്യണം, ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒന്ന് അനലൈസ് ചെയ്യണം. ഹൗ ടു സിന്തസൈസ് റിസർച്ച് ഫൈൻഡിങ്സ് ടു അറൈവ് അറ്റ് ജനറൽ കൺക്ലൂഷൻസ് എന്നുള്ളതാണ് മെറ്റാ അനാലിസിസിൽ നോക്കുന്നത്. ഈ നമ്മൾ കിട്ടിയ നമ്മളെല്ലാ റിസർച്ച് സ്റ്റഡീസും കൂടി ഒന്നിച്ച് വെച്ച് അതിൽ ഒരു ജനറൽ കൺക്ലൂഷനിലേക്ക് എത്തുന്ന ആ ഒരു പ്രോസസ്സാണ് മെറ്റാ അനാലിസിസ് എന്ന് പറയുന്നത്.
The first step is for the researcher to find as many studies as possible on the same topic. നമ്മൾ ഏതൊരു റിസർച്ചിനെ കുറിച്ചാണോ പഠിക്കുന്നത് അതിനെക്കുറിച്ച് വേറെ ആരൊക്കെ ആ റിസർച്ച് സ്റ്റഡീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ആദ്യം നമ്മൾ കളക്ട് ചെയ്യണം. When results from different studies are found consistent, researchers are more confident in findings. ഇപ്പൊ നമ്മളൊരു റിസർച്ച് ചെയ്തു, അതിലൊരു റിസൾട്ട് നമുക്ക് കിട്ടി. ഇതിനു മുമ്പ് ഈ റിസർച്ച് ചെയ്ത റിസർച്ചേഴ്സിനൊക്കെ അതേ റിസൾട്ട് തന്നെയാണോ കിട്ടിയത് എന്നുള്ളത് നമ്മൾ നോക്കും. അതേ റിസൾട്ട് തന്നെയാണ് ഇതിനു മുമ്പ് ചെയ്ത റിസർച്ചേഴ്സിനും കിട്ടിയിട്ടുള്ളത് എങ്കിൽ നമ്മളുടെ റിസൾട്ടും ആ റിസൾട്ട്സും കൂടിയും സെയിം ആയിട്ടാണെങ്കിൽ അതിന് എന്താവും, ഈ ഒരു റിസൾട്ടിൽ നമ്മൾ റിസർച്ചർ മോർ കോൺഫിഡന്റ് ആവും. അവരുടെ ഒരു റിസൾട്ടിൽ അവർ കോൺഫിഡന്റ് ആവും. When results of studies differ, meta-analysis techniques direct researchers to look for other important factors. ഇനി അഥവാ നമ്മൾ കണ്ടെത്തിയ റിസൾട്ടും ഇതിനു മുമ്പ് മറ്റുള്ള റിസർച്ചേഴ്സ് കണ്ടെത്തിയ റിസൾട്ടും തമ്മിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ മെറ്റാ അനാലിസിസിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. വേറെ പല മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട്, അതൊക്കെ നമുക്ക് മുമ്പോട്ട് പഠിക്കാനുണ്ടാവും, വേറെ പല മെത്തേഡുകൾ ഉപയോഗിച്ചിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾക്ക് ജനറൽ ആയിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇവിടെയുള്ള ഇമേജ് തിരിഞ്ഞാണല്ലേ എടുക്കുന്നത്. സോറി, ഇത് വേറെ നമുക്ക് എടുക്കാം. കുറെ സ്റ്റഡീസ്, സ്റ്റഡി 1, സ്റ്റഡി 2, സ്റ്റഡി 3, സ്റ്റഡി 4, അങ്ങനെ കുറെ റിസൾട്ട്സ് എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു കൺക്ലൂഷൻ ആണ് മെറ്റാ അനാലിസിസ് എന്ന് പറയുന്നത്.